എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2006 ദിവസമാണിന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. നമുക്കിന്ന് ക്ലാസ് എടുക്കുവാനായി നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഡോക്ടർ ശ്രീലേഖ ജി. നമ്മുടെ പാലക്കാട് രാമകൃഷ്ണൻ ഡോക്ടറുടെ അസിസ്റ്റന്റ് കൂടിയായിട്ടുള്ള ശ്രീലേഖ ഡോക്ടറാണ്. ഡോക്ടർ പാലക്കാട് നല്ലേപ്പള്ളിയിൽ RV നാഥൻ ചിൽഡ്രൻസ് ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു. ഡോക്ടർ നമുക്ക് ഇതിനകം ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഡോക്ടർ ഇന്ന് നേരത്തെ തന്നെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിനു വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി ഡോക്ടറെ. നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. അക്യൂട്ട് കേസ് മാനേജ്മെന്റ് അല്ലേ വിഷയം? അതെ 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 അതെ. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയതിന്റെ അതന്ന് തീർന്നിട്ടില്ലായിരുന്നു. അതിന്റെ രണ്ടാം ഭാഗവും പുതിയൊരു ഭാഗമായിട്ട് ഡയറിയ കൂടിയാണ്. അതെ അതെ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇതുവരെയ്ക്കും എടുത്തുകൊണ്ടിരുന്ന അക്യൂട്ട് ഡിസീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്ന് ഏകദേശം അക്യൂട്ട് ഡിസീസ് ഇന്നത്തെ ക്ലാസ്സോടുകൂടി തീരും. ഏകദേശം പോയിന്റ്സ് അക്യൂട്ടായിട്ട് നമുക്ക് ക്ലിനിക്കിൽ വരുന്നതെല്ലാം പറഞ്ഞു തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് പറയുക. അപ്പൊ ആ ടോപ്പിക്കിനനുസരിച്ച് പിന്നെ എടുക്കാവുന്നതാണ്. എല്ലാവർക്കും കൂടുതലും ക്ലിനിക്കിൽ ഏത് കേസാണോ യൂസ്ഫുൾ ആയിരിക്കുന്നത്, നമുക്ക് ഏതാണോ കുറച്ചുകൂടെ വേണം തോന്നുന്നത് അത് പറഞ്ഞാൽ അത് എടുക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഡയറിയ, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കോളിക്കും വൊമിറ്റിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറച്ച് പോർഷൻസ് മിസ്സിംഗ് ആയിരുന്നു റെക്കോർഡഡ് വീഡിയോസിൽ. അപ്പൊ അതും കൂടെ ഇന്ന് ആഡ് ഓൺ ചെയ്ത് പറയുന്നുണ്ട്. വീഡിയോയിൽ കാണാത്തവർക്ക് ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് ആദ്യം നമ്മൾ തുടങ്ങുന്നത് തന്നെ ഡയറിയ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഡയറിയ എന്ന് പറയുമ്പോഴേ ഇന്ന് ഡയറിയ കേസസ് ഉണ്ടെങ്കിലും പഴയ സിവിയറിറ്റി ഉള്ള കേസസ് ഇല്ല എന്ന് രാം സാർ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ സാറ് പറയും ഒരു 40 ഇയേഴ്സ് ബാക്ക് ഒക്കെ നോക്കുമ്പോൾ അന്നൊക്കെ ഒരുപാട് ഡിസെൻട്രി കേസസ് ഉണ്ടായിരുന്നു. അതും ബാസിലറി ഡിസെൻട്രി ഒക്കെ അന്ന് കൂടുതലും ഇന്നത്തെ ഓവർ ദ ഇയേഴ്സ് ആയപ്പോ കുറച്ച് ഹൈജീനും ഫുഡ് ഹാബിറ്റ്സും എല്ലാം ഇമ്പ്രൂവ് ആയതുകൊണ്ടായിരിക്കാം ഇന്ന് അത്ര ഇല്ല. പക്ഷെ പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് ഡയറിയയില് ബാസിലറി ഡിസെൻട്രി ആണ്. ഡിസെൻട്രി തന്നെ ഡേഞ്ചറസ് ആണ്. ഡിസെൻട്രി പറയുമ്പോൾ ബ്ലഡ് മിക്സ്ഡ് സ്റ്റൂൾ ആണ്. പക്ഷെ അതിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് ബാസിലറി ഡിസെൻട്രി ആണ്. അപ്പൊ ഈ ബാസിലറി ഡിസെൻട്രി പറയുമ്പോൾ ചിലപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ തന്നെ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും നമ്മളുടെ അടുത്ത് വരുമ്പോൾ. എന്നിട്ട് അത് ഡോക്ടറുടെ ലിറ്റ് കുറച്ച് വീക്കാണോ? അതേ എന്റെ വീക്കാണ്. അതാണ് ഇടയ്ക്ക് 2 പ്രാവശ്യം ഇപ്പൊ അങ്ങനെ വന്നു. ഞാൻ ഡോക്ടറെ പോസ്റ്റ് ആക്കിയേക്കാവേ. ആ കേക്ക് വിട്ടുപോയായിരുന്നു. ഇടയ്ക്ക് കുറച്ച് വിട്ടുപോയി ഡോക്ടറെ. തുടക്കം സ്ക്രീൻ വീണ്ടും ഷെയർ ചെയ്യണം. സ്ക്രീൻ പോയായിരുന്നു. വിട്ടുപോയി. അത് റേഞ്ച് പ്രശ്നം വരുന്നുണ്ട് ഡോക്ടറുടെ ലാപ്പിൽ. സ്ക്രീൻ കാണുന്നില്ലേ മാഡം ഇപ്പൊ? ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. കോളിക് വൊമിറ്റിംഗ് ഡയറിയ. അതെ അതെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബാസിലറി ഡിസെൻട്രി ആണ്. ബാസിലറി ഡിസെൻട്രിയിൽ തന്നെ അത് ബാസിലറി ഡിസെൻട്രി ഇപ്പൊ ഒരു ഹൈ ടെമ്പറേച്ചർ ആണ്. പിന്നെ കുട്ടി അറിയാതെ ഇങ്ങനെ ഇൻവോളണ്ടറി ആയിട്ട് സ്റ്റൂള് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഭയങ്കര ഒരു ഡീഹൈഡ്രേറ്റഡ് ലുക്ക് ആണെങ്കിൽ അത് ഡേഞ്ചറസ് കേസ് ആണ്. അതും ഏറ്റവും ഇത് കുട്ടികളിലാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് അത് അത്രയും അവർക്ക് സഹിക്കാനുള്ള ഒരു ഇതും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ലുക്ക് ആണെങ്കിൽ പിന്നെ അവരെ റെഫർ ചെയ്യാണ് ചെയ്യാറ്. കാരണം ചിലപ്പോൾ അവർക്ക് സലൈൻ ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. കാരണം ചിലപ്പോൾ വളരെ ചെറിയ കുട്ടികളായിരിക്കും കൊണ്ടുവരിക. അപ്പൊ അങ്ങനത്തെ കേസിൽ റിസ്ക് എടുക്കണ്ട. അല്ലാത്തതിലൊക്കെ നമുക്ക് സാധാരണ ഡയറിയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. പക്ഷെ നമ്മളുടെ ക്ലിനിക്കിൽ നമുക്ക് സ്ഥിരം വരുന്ന കുറച്ച് കേസസ് ആണ് ഇവിടെ നിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സ്ഥിരം ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും നമുക്ക് റിസൾട്ട് കിട്ടിയതുമാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഡയറിയ തുടങ്ങുമ്പോൾ
ഡയറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയറിയ പേഷ്യൻസിലും. ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന് പറയും. ഡയറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുക സാഗോ, അതായത് ജവ്വരി എന്ന് പറയും. സാഗോ കൊണ്ട് കഞ്ഞിയോ കുറുക്കോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറയും. വളരെ ചെറിയ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും സാഗോ കുറച്ചൊന്ന് വറുത്ത് പൊടിച്ചിട്ട് അതിനെ കുറുക്കി കൂളാക്കി കൊടുക്കാൻ വേണ്ടി പറയും, കുറുക്കാക്കി കൊടുക്കാൻ പറയും. അതല്ല കുറച്ച് വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും സാഗോ ജസ്റ്റ് വറുത്തിട്ട് അതിനെ കഞ്ഞി വെക്കാൻ വേണ്ടി പറയും. പക്ഷെ പാല് വേണ്ട, ഉപ്പോ പഞ്ചസാരയോ എന്തെങ്കിലും ഇട്ടിട്ട് കൊടുക്കാനാണ് പറയുക. പിന്നെ ഡയറിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും പാല് യൂസ് ചെയ്യേണ്ട പറയും. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയും. വേണമെങ്കിൽ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ടീ കുടിക്കാം, പാൽ ഒഴിച്ചിട്ട് ഒരിക്കലും കുടിക്കരുത്. അതാണ്. പിന്നെ സാഗോ മാത്രമല്ല, സാഗോ നല്ലതാണ്, അതേപോലെ കുവ, ആരോ റൂട്ട് അത് നല്ലതാണ്, പിന്നെ മലർപ്പൊരി നല്ലതാണ്, പഫ്ഡ് പാഡി, ഇതൊക്കെ നമുക്ക് കഞ്ഞിയായിട്ടോ കുറുക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നിർബന്ധമായിട്ടും കഴിക്കാൻ പറയും. പിന്നെ അതേപോലെ മോരോ തൈരോ അങ്ങനെയൊന്നും കഴിക്കരുത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മോര് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചൂടാക്കി മോര് കാച്ചി കഴിക്കാം. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാകുമ്പോഴേക്കും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ചൊന്ന് തിളയ്ക്കുമ്പോഴേക്കും അതിനെ ഓഫ് ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ട് ചോറിൽ അത് ഒഴിച്ച് കഴിക്കാം. അങ്ങനെ. പിന്നെ ഇപ്പം ഇഡ്ലി അല്ലെങ്കിൽ ആപ്പം ഇതൊക്കെ പഞ്ചസാര മുക്കി കഴിക്കാൻ വേണ്ടി പറയും. പിന്നെ പറയാം ബ്ലാക്ക് ടീ കഴിക്കാം, എയറോ റൂട്ട് ബിസ്ക്കറ്റ് അത് കഴിക്കാം, വേറെ ഫ്രൂട്ട്സോ ഇതൊന്നും വേണ്ട പറയും. ഇപ്പൊ ഈ പറഞ്ഞത് മാത്രം ഈ ഡയറിയ നിൽക്കുന്ന ഒരു 1 or 2 days ഇത് മാത്രം കഴിച്ചാൽ മതി പറയും. ഇതൊന്ന് കഴിച്ചൊന്ന് കൺട്രോൾ ആയതിനു ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്ക് ചട്നിയോ സാമ്പാറോ അതൊക്കെ കഴിക്കാം. പക്ഷെ എന്തായാലും ഒരു 4 to 5 days കഴിഞ്ഞിട്ട് പിന്നെ നോൺ വെജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെവി ആയിട്ട് ചപ്പാത്തിയോ പൊറോട്ട ബിരിയാണി ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു 1 week കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് പറയും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. ഇപ്പൊ വളരെ ചെറിയ കുട്ടികളെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് ഇപ്പൊ ഈ കുറുക്കോ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും വെച്ചാല് ഈ സാഗോ തന്നെ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഇട്ടിട്ട് 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കാൻ പറയും. എന്നിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫില്ലറും കൊണ്ട് ഒന്ന് ചുണ്ട് താഴത്തേക്ക് ആക്കിയിട്ട് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ. പിന്നെ ഫീഡിങ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പാലോ കൊടുക്കരുത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ചില ഫീഡിങ് മാത്രമാണ് ഉള്ളതെങ്കിൽ അപ്പൊ പാല് കൊടുക്കാൻ പറയും. പക്ഷെ അമ്മയുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറയും. കാരണം അമ്മ കഴിക്കണതെല്ലാം കുട്ടിക്ക് കിട്ടും. അപ്പോൾ അമ്മയുടെ അടുത്ത് സാഗോ എന്തെങ്കിലും കഞ്ഞിയോ കുറുക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറയാം. അതേപോലെ അമ്മയുടെ അടുത്ത് വേറെ പാലൊന്നും വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറയാം. അങ്ങനെയൊക്കെയാണ് സാധാരണ പറയാറ്. പിന്നെ ഇതും ഡയറ്റ് തന്നെയാണ്. ഈ നമ്മൾ എപ്പോഴും പോമിഗ്രനേറ്റ് നമ്മൾ അതിന്റെ ഉള്ളിലത്തെ സീഡ്സ് ഒക്കെ കഴിക്കും, എന്നിട്ട് പുറത്തിലത്തെ ഷെല്ല് നമ്മൾ കളയാറാണ് പതിവ് എപ്പോഴും. പക്ഷെ ആ ഷെല്ലിലും മെഡിസിനൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പൊ ആ ഷെല്ല് എന്ത് ചെയ്യും വെച്ചാല് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അതിനെ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറയും. മീൻസ് നോർമലി സാധാരണ വീടുകളിൽ ചെയ്യുന്നതാണ്. ഉണക്കിയതിന് ശേഷം അതൊരു ബോട്ടലിലാക്കിയിട്ട് എടുത്തു വെക്കുക. അപ്പൊ എന്താ വെച്ചാൽ കുറേ കാലം അത് നിന്നോളും, കേടുവരാതെ നിന്നോളും. എന്നിട്ട് ഈ മോര് കാച്ചി കൊടുക്കാൻ പറയുമ്പോൾ അതിലൊരു ചെറിയ പീസ് പോമിഗ്രനേറ്റിന്റെ ഈ ഉണക്കിയത് ഡ്രൈഡ് പോമിഗ്രനേറ്റ് ഒരു ചെറിയ പീസ് കൂടെ അതിലിട്ടിട്ട് മോര് തിളപ്പിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറയും. കാരണം അതെന്താ വെച്ചാൽ മീൻസ് നാച്ചുറൽ ആയിട്ട് പറയുന്നതാണ്, ഡയറിയ ഡിസെൻട്രിക്ക് ഒക്കെ ബെസ്റ്റ് മെഡിസിൻ ആണ് ഇത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് അതിൽ പറയണത്. പിന്നെ അതാണ് സ്വിസ് നൈഫ്. മോഡേൺ മെഡിസിനൽ ജെയിൻസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് ദേ കോൾ ഇറ്റ് എ സ്വിസ് നൈഫ് ഫോർ umpteen number of diseases. The pit inside the pomegranate and the shell only having medicinal properties, not the juicy seeds what we eat. അപ്പൊ അതാണ്, ആ ഷെല്ലിലാണ് ഏറ്റവും കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളത്. അപ്പൊ അതിന് ഇങ്ങനത്തെ ഒരു യൂസും ഉണ്ട്. വേണമെങ്കിൽ നമുക്കും അതേപോലെ വീട്ടിലൊക്കെ ഒന്നത് എടുത്ത് വെക്കാം. എന്നിട്ട് ആർക്കെങ്കിലും ഇതുപോലെ വരികയാണെങ്കിൽ അപ്പൊ ഇത് ഇട്ടിട്ട് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. മോര് കാച്ചി കഴിക്കുക അല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിലും അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് കുടിക്കുക, അതൊക്കെ ചെയ്യാം. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയറിയിൽ ഡയറ്റ് ആണ്. പിന്നെ ഇപ്പൊ ചില പേഷ്യൻസ് വരും, അപ്പൊ നമ്മൾ ഡയറ്റ് എല്ലാം പറഞ്ഞു കൊടുക്കും, പക്ഷെ ഒരു 2 ദിവസമായിട്ട് മാറിയില്ല പറഞ്ഞിട്ട് വരും. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും അവർ പറയാ ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ പോയി, അപ്പൊ ഞങ്ങൾ കുറെ ഗീ റൈസും ചിക്കനും ഐസ്ക്രീംസും ഇതൊക്കെ കഴിച്ചു പറയും. എന്നിട്ട് അവർ നമ്മളെ ബ്ലെയിം ചെയ്യും, അയ്യോ മാറിയില്ല എന്ന് പറഞ്ഞിട്ട്, മെഡിസിൻ ശരിയല്ല ആവണ്ട. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയാം ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾ കേസ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കാനാണ് ചെയ്യുക. എല്ലാവരോടും അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാറുണ്ട്. Next, insecurity of rectum when passing flatus. Stool passes almost unnoticed, uncertain whether gas or stool will come. Jelly-like stools with soreness in rectum after stool.
ബേണിംഗ് ഇൻ ദ anus and rectum relieved by cold water, diarrhea after beer, marked redness of lips. അത് ആലോസ് ആണ് മെഡിസിൻ. ആലോസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് റെഡ്നെസ് ഓഫ് ലിപ്സ് ആണ്. ഈ ചിലവരുടെ ചുണ്ട് ഇങ്ങനെ ഭയങ്കര ചുവന്ന് തുടുത്തിരിക്കും, അതാണ് മാർക്കറ്റ് റെഡ്നെസ് ഓഫ് ലിപ്സ്. അങ്ങനെ റെഡ്നെസ് ഓഫ് ലിപ്സ് ഉള്ള 2 മെഡിസിൻസ് ആണ് ഉള്ളത്, ഒന്ന് ആലോസും പിന്നെ ഒന്ന് സൾഫറും ആണ്. അപ്പൊ ഒരു കേസ് പറയാം. ആ കേസ് ചെന്നൈയിൽ നിന്ന് വന്നൊരു കേസായിരുന്നു. ഒരു ചെറിയ കുട്ടിനെയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഒരു ദിവസം പേഷ്യന്റ് ഇങ്ങനെ വിളിച്ചു, നമ്മുടെ ക്ലിനിക്കിലോട്ട് വിളിച്ചു. അപ്പൊ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, കുട്ടിക്ക് ഡയറിയ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി, അവരവിടെ എന്തൊക്കെയോ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും കുറയുന്നില്ല. അപ്പൊ അവരുടെ അടുത്ത് ആരോ പറഞ്ഞതാണ്, ഒരു റിലേറ്റീവ്സ് പറഞ്ഞതാണ്, ഇവിടെ ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഉണ്ട്, പൊക്കോളൂ കണ്ട്. അപ്പൊ വിളിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത്രയും ദൂരം വരണ്ട കുട്ടിനെയും കൊണ്ട്, അത് ബുദ്ധിമുട്ടാണ്, അവിടെ തന്നെ ഒന്ന് പോയി കാണിക്കൂ. അപ്പൊ അവര് പറഞ്ഞു അവിടെ കുറെ ഹോസ്പിറ്റൽസിൽ കാണിച്ചു എന്നിട്ടും നിൽക്കുന്നില്ല പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് എന്താ വരാൻ പറ്റുവാണെങ്കിൽ വരൂ, പക്ഷെ ഒരിക്കലും റിസ്ക് എടുത്തിട്ട് വരണ്ടാന്ന് പറയുകയും ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് അവര് രാവിലെ നേരത്തെ അവര് ക്ലിനിക്കിലെത്തി. അപ്പൊ ആ കുട്ടി ഇങ്ങനെ കയറി വരുമ്പോ തന്നെ നമ്മൾ കണ്ടത് ഭയങ്കര റെഡ് ലിപ്സ് ആയിട്ടാണ് കണ്ടത്, ചുവന്ന ചുണ്ടുകളാണ്. അപ്പൊ തന്നെ ആലോസും സൾഫറും ആണ് വന്നത്. പിന്നെയാണ് നമ്മൾ സിംറ്റംസ് ഒക്കെ ചോദിക്കുമ്പോൾ കറക്റ്റ് ആലോസിന്റെ സിംറ്റം തന്നെയായിരുന്നു. നമ്മൾ ഫ്ലാറ്റസ് പാസ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റൂളും പോകുന്നു, രാവിലെ എണീറ്റ ഉടനെ അപ്പൊ തന്നെ ബാത്റൂമിലേക്ക് പോകണം, അത്രയും ഡയറിയാണ് ആ കുട്ടിക്ക്. അങ്ങനെ അപ്പൊ നമ്മൾ പിന്നെ ആലോസ് കൊടുത്തു, കാലിഫോസ് 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x നമ്മൾ 2 അവർലി കൊടുത്തു. എന്നിട്ട് പിന്നെ അവര് ചെന്നൈയിലോട്ട് തന്നെ പോയി, അവരുടെ റിലേറ്റീവ് കോയമ്പത്തൂർ എവിടെയോ ഉണ്ട്, അവിടെ പോയിട്ട് പിന്നെ ചെന്നൈയിലോട്ട് പോകും പറഞ്ഞു പോയി. ഏകദേശം ഒരു കോയമ്പത്തൂർ എത്തി, റിലേറ്റീവിന്റെ വീട്ടിൽ കുറച്ചിരിക്കുമ്പോഴേക്കും നമ്മൾ വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവരപ്പൊ തന്നെ പറഞ്ഞു നിന്നു. ആ ദിവസം തന്നെ ഒരു രാത്രി ആവുമ്പോഴേക്കും ഡയറിയ കംപ്ലീറ്റ് ആയിട്ട് നിന്നു. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ഡേ ഒക്കെ തൊട്ട് നോർമൽ സ്റ്റൂൾ ആണ് പോയതെന്ന്. അപ്പൊ മാർക്കറ്റ് റെഡ്നെസ് ഓഫ് ലിപ്സ്, റെഡ് ലിപ്സും ഉണ്ട്, ഇൻസെക്യൂരിറ്റി ഓഫ് റെക്റ്റും കൂടി ഉണ്ടെങ്കിൽ അത് ആലോസ് ആണ് മെഡിസിൻ. പിന്നെ കാലിഫോസ് വിത്ത് ക്യാംഫർ. കാലിഫോസ് എന്ന് പറയുമ്പോൾ ഷൂസ്ലേഴ്സിന്റെ 12 സോൾട്സ് ഉണ്ട്. അപ്പൊ ആ 12 സോൾട്സിൽ ഷൂസ്ലർ കാലിഫോസ് എന്ന് പറയുന്നത് ബെസ്റ്റ് മെഡിസിൻ എന്നാണ് പറയണത് ഡയറിയക്ക്. ഡയറിയ, ഡിസെൻട്രി എന്താണെങ്കിലും വിത്ത് വീക്ക്നെസ്, റൈസ് വാട്ടറി സ്റ്റൂൾ അങ്ങനെയുള്ളതിനൊക്കെ കാലിഫോസ് ആണ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറയണത്. പിന്നെ വരുന്നത് ക്യാംഫർ. ക്യാംഫർ പറയുമ്പോൾ ഡയറിയും ഡിസെൻട്രിക്കും നല്ലതാണ്. ഇപ്പൊ ഈവൻ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ട്രൈ ഓഫ് കോളറ എന്ന് പറയുമ്പോൾ പോലും അതിലൊരു ക്യാംഫർ ആണുള്ളത്. അങ്ങനെ പിന്നെ മാത്രമല്ല വീക്ക്നെസ്സിനും ജനറൽ വീക്ക്നെസ്, ഒരു ഡീഹൈഡ്രേറ്റഡ് സ്റ്റേറ്റിന് എല്ലാത്തിനും ക്യാംഫർ നല്ലതാണ്. അപ്പൊ അതാണ് നമ്മൾ കാലിഫോസ് വിത്ത് ക്യാംഫർ കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും രാം സാർ പറയും, ഇപ്പൊ നമ്മളുടെ അടുത്തൊരു പേഷ്യന്റ് വരുമ്പോൾ, ഇപ്പൊ അലോപ്പതിയിൽ നമ്മളൊരു ടാബ്ലറ്റ് കഴിച്ചാൽ അപ്പൊ തന്നെ ആ ഡയറിയ നിൽക്കും. അപ്പൊ നമുക്കും അതേപോലെ കൊടുക്കാൻ പറ്റണം, ആ റിസൾട്ട് നമുക്ക് അതേപോലെ വേണം എന്ന് പറയും. അപ്പൊ അങ്ങനെ സാറിന്റെ എക്സ്പീരിയൻസിൽ കാലിഫോസ് 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x സാറിന് അതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനും ഒരുപാട് കൊടുത്തിട്ടുണ്ട്, രാം സാർ കൊടുക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അത് നല്ല റിസൾട്ടാണ്. കാലിഫോസ് 6x വിത്ത് ക്യാംഫർ 3x. അപ്പൊ 2 അവർലി കൊടുക്കാൻ പറയും. പിന്നെ ഡയറി ആവുമ്പോൾ നമ്മൾ എപ്പോഴും പറയും മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും, പിന്നെ വേണ്ട എന്ന് പറയും. നെക്സ്റ്റ്, offensive loose stools with or without fever and tenesmus, sip small quantity of water. അതായത് ഒഫെൻസീവ് ആയിരിക്കും ലൂസ് സ്റ്റൂൾസ്. ഇടയ്ക്ക് വെള്ളദാഹം ഉണ്ടോ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയും. അപ്പോൾ അത് ആർസാൽബാണ് മെഡിസിൻ. ആർസാൽബ് 30 കൊടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോ 6x മെഡിക്കേറ്റഡ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ക്യാംഫർ 3x, അത് ഒരു ടാബ്ലറ്റ്. അങ്ങനെ 2 അവർലി കൊടുക്കുക. ബെറ്റർ ആയാൽ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഡയറിയ മെനി ടൈംസ് എ ഡേ വിത്തൗട്ട് ഡെബിലിറ്റി. ഇതും ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളടുത്ത് സ്ഥിരം വരുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു. ആ പേഷ്യന്റ് ഒരു റിലേറ്റീവ് ആണ്. അപ്പൊ ആ റിലേറ്റീവിന് ഒരു മോന് ഏകദേശം ഒരു 8 or 10 വയസ്സെന്തോ ആയിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടിക്ക് കുറെ കാലമായി, ഒരു മാസമായിട്ട് ഡയറിയാണ്. പക്ഷെ ആ കുട്ടിക്ക് ക്ഷീണമോ ഒന്നുമില്ല, പക്ഷെ മെഡിസിൻ കഴിച്ചിട്ട് ഡയറിയ നിൽക്കുന്നില്ല. അപ്പൊ അവരിവിടെ കോയമ്പത്തൂർ വലിയ ഹോസ്പിറ്റൽസിലൊക്കെ അവർ പോയി കാണിച്ചു, എല്ലാ ടെസ്റ്റും ചെയ്തു, ബ്ലഡ് ടെസ്റ്റും പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്തിട്ടുണ്ട് ടെസ്റ്റും. പക്ഷെ എന്നിട്ടും അവർക്ക് അതിന്റെ കോസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുട്ടി ഒരു മാസമായി സ്കൂളിലേക്ക് പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യന്റ് ആണ് കൊണ്ടുവന്നത്. പക്ഷെ കുട്ടി ക്ലിനിക്കിൽ വരുമ്പോൾ കുട്ടിക്ക് അതിൻ്റെതായ ഒരു ക്ഷീണവും ഇല്ല. അപ്പൊ ആ പാരന്റ് തന്നെ പറയുന്നുണ്ട്, നമുക്ക് കാണുമ്പോൾ അയ്യോ ഇത്രയും എല്ലാ ദിവസവും ഇങ്ങനെ ഡയറിയ ഒരുപാട് തവണ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അവന് ഇനി ക്ഷീണം ഉണ്ടാവുമോ തോന്നും. പക്ഷെ അവന് അങ്ങനത്തെ ഒന്നുമില്ല.
അങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു പ്രയാസം തോന്നുമെങ്കിലും ആ കുട്ടിക്ക് അതൊന്നുമില്ല. അതാണ് വിത്തൗട്ട് എബിലിറ്റി. അപ്പൊ കൊടുത്തത് ആസിഡ് ഫോസ് 30യും കാലിഫോസ് വിത്ത് ക്യാംഫർ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് നിന്നു. അതാണ് ഒരു മാസമായി തുടങ്ങിയതായിരുന്നു. പക്ഷെ നമ്മൾ ആസിഡ് ഫോസ് കൊടുത്ത് 2 ദിവസം 3 ദിവസം ആകുമ്പോഴേക്കും അത് സ്റ്റോപ്പായി. അതിന്റെ പോയിന്റ് ഇതാണ്, ഡയറിയ വിത്തൗട്ട് എബിലിറ്റി. ഒരുപാട് തവണ ഡയറിയ പോയാലും കാണുന്നവർക്ക് പ്രയാസം തോന്നിയാലും ആ പേഷ്യന്റിന് ഒരു ബുദ്ധിമുട്ടോ ക്ഷീണോ ഒന്നും ഉണ്ടാവില്ല, വളരെ ആക്റ്റീവ് ആയിരിക്കും. അതാണ് ആസിഡ് ഫോഴ്സിന്റെ പോയിന്റ്. നെക്സ്റ്റ്, ലൂസ് ടൂൾസ് വിത്ത് മ്യൂക്കസ് ടെനസ്മസ്. അത് മെർക്സോളും കാലിഫോസ് വിത്ത് ക്യാംഫറും ആണ്. അതായത് കുട്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും മുക്കി മുക്കി പോണൂന്ന് പറയും. അതാണ് ലൂസ് ടൂൾസ് ആയിരിക്കും, അതിന്റെ കൂടെ മ്യൂക്കസും ഉണ്ടാവും ടെനസ്മസും ഉണ്ടാവും. അത് മെർക്സോൾ വിത്ത് കാലിഫോസ് 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x. ഇനി കണ്ടിന്യൂസ് ടെനസ്മസ്, സ്റ്റൂള് പോയി കഴിഞ്ഞാലും ആ ടെനസ്മസ് നിൽക്കില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതാണ് നക്സ്വോമിക്ക. മെർക്സോൾ ആകുമ്പോൾ ടെനസ്മസ് അമിലറേറ്റഡ് ബൈ സ്റ്റൂൾ ആണ്, പക്ഷെ നക്സ്വോമിക്കയ്ക്ക് കണ്ടിന്യൂസ് ടെനസ്മസ് ആയിരിക്കും. നക്സ്വോമിക്ക കൊടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോസ് 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x, ബോത്ത് അവർലി ടിൽ ബെറ്റർ. വെൻ ബെറ്റർ അത് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ്, ലൂസ് സ്മോൾ സ്റ്റൂൾസ് വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. അപ്പൊ ചിലവര് പറയും ഇതിപ്പോ ഏകദേശം ഒരു ഡിസെൻട്രീനെ ആയിരിക്കും, ചെറുതായിട്ട് ഒരു സ്പോട്ടായിട്ട് ബ്ലഡ് കണ്ടു എന്നൊക്കെ പണ്ട് വന്ന് പറയും. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ കൊടുക്കുക അക്കാലിഫ ഇൻഡിക്കയാണ് കൊടുക്കുക. ഇപ്പൊ വളരെ കുറവാണ് അങ്ങനത്തെ കേസസ് വരുന്നത്. പഴയതുപോലെ ബാസിലറി ഡിസെൻട്രി ആയിട്ട് അങ്ങനെ ഡേഞ്ചറസ് കേസ് ഒന്നും ഇപ്പൊ വരുന്നില്ല. പക്ഷെ എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ബ്ലഡ് കണ്ടു, ഡയറിയാണ് പക്ഷെ ചെറുതായിട്ട് ബ്ലഡ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അക്കാലിഫ ഇൻഡിക്ക 3x അല്ലെങ്കിൽ 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോസ് 6x മെഡിക്കേറ്റഡ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ക്യാംഫർ 3x, അതിന് ഒരു ടാബ്ലറ്റ്. അങ്ങനെ രണ്ടും അവർലി കൊടുക്കാൻ വേണ്ടി പറയും. പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റും ഫോളോ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അക്കാലിഫ ഏത് ബ്ലീഡിങ്ങിനും ബെസ്റ്റ് മെഡിസിൻ ആണ്, നമുക്ക് ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പൊ അത് അക്കാലിഫയിൽ നല്ല ആക്ഷൻ ആണ്. ഇത് ഏത് ബ്ലീഡിങ് ആണെങ്കിലും അത് അറസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് അതിന്റെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന അക്കാലിഫയിൽ സ്പോട്ടിങ്സ് എന്നാണ് പറയുക, അക്കാലിഫയും കാലിഫോസും. നെക്സ്റ്റ്, ബ്ലഡി ഡിസെൻട്രി ടെനസ്മസ് നോട്ട് റിലീവ്ഡ് ബൈ സ്റ്റൂൾ. മെർക്കോർ 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോസ് 6x മെഡിക്കേറ്റഡ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ക്യാംഫർ 3x, ബോത്ത് അവർലി ടിൽ ബെറ്റർ. അക്കാലിഫിയും സെയിം തന്നെയാണ്, മെർക്കോറും ഇതാണ്. പക്ഷെ മെർക്കോർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സിവിയർ ആയിരിക്കും. കുട്ടി ഇങ്ങനെ കുറച്ചൊരു ക്ഷീണമായിരിക്കും, എക്സോസ്റ്റഡ് ആയിരിക്കും, പിന്നെ അതേപോലെ കുറച്ച് ഫീവർ ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെർക്കോർ ആണ് കൊടുക്കുക. ഇപ്പൊ ചില കുട്ടികൾ ഇപ്പൊ ഡിസെൻട്രി ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ കുറച്ച് ആക്റ്റീവായിട്ട് തോന്നും. അപ്പൊ നമ്മൾ അക്കാലിഫിയും കാലിഫോസ് 6x വിത്ത് ക്യാംഫർ 3x കൊടുക്കും. പക്ഷെ ചില കുട്ടികൾ ഇങ്ങനെ ബ്ലഡ് പോണു പറയും, കുറേ തവണ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, പിന്നെ അവർക്കൊരു ചെറിയ ടെമ്പറേച്ചർ ഉണ്ടാവും, പിന്നെ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മെർക്കോർ ആണ് കൊടുക്കുക. മെർക്കോർ 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോസ് 6x മെഡിക്കേറ്റഡ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ക്യാംഫർ 3x. നെക്സ്റ്റ്, diarrhea with a great prostration, so weak that he or she slides down the bed, involuntary evacuation, watery diarrhea even during urination. യൂറിൻ പാസ് ചെയ്യുമ്പോൾ പോലും ഡയറിയ പോവുക, അതാണ് ആസിഡ് മ്യൂറിന്റെ പോയിന്റ്. പിന്നെ ഭയങ്കര പ്രോസ്ട്രേഷൻ ആയിരിക്കും, ബെഡിലോട്ട് അറിയാതെ തന്നെ വീണ് പോകും, ഭയങ്കര പ്രോസ്ട്രേഷൻ ആണ്. അതാണ് ആസിഡ് മ്യൂറിന്റെ പോയിന്റ്. ഇതേപോലെ തന്നെ ആസിഡ് മ്യൂർ പോലെ തന്നെ വളരെ പ്രോസ്ട്രേഷൻ ആയിട്ടുള്ള മെഡിസിൻ ആണ് ബ്രയോണിയം. അതേപോലെയാണ്, പേഷ്യന്റ് ബെഡിലോട്ട് വീണു പോവും. പക്ഷെ ബ്രയോണിയ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വേർട്ടേഗോ കൂടി ഉണ്ടാവും, തലകറക്കം. ഡയറി ഉണ്ടാവും, കൂടെ തലകറക്കവും പ്രോസ്ട്രേഷനും കൂടി ഉണ്ടെങ്കിൽ അത് ബ്രയോണിയാണ്. പക്ഷെ അല്ല അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആസിഡ് മ്യൂറും കൊടുക്കാം. ആസിഡ് മ്യൂർ 30 കൊടുക്കുക, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോസ് 6x മെഡിക്കേറ്റഡ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ക്യാംഫർ 3x, ബോത്ത് അവർലി ടിൽ ബെറ്റർ. ബെറ്റർ ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ പ്യൂട്രിഡ് ഡയറിയ മസ്റ്റ് ലൈ ഡൗൺ ആഫ്റ്റർ സ്റ്റൂൾ. ഭയങ്കര ഒഫൻസീവ് ആയിരിക്കും ഡയറിയ. അത് ആർണിക്കയാണ്. ആർണിക്ക 30 പ്ലസ് ആഫ്റ്റർ 10 മിനിറ്റ്സ് 2 tabs of 1 or 2 tabs കാലിഫോസ് 6x മെഡിക്കേറ്റഡ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ക്യാംഫർ 3x, ബോത്ത് അവർലി ടിൽ ബെറ്റർ.
ആർണിക്കന്റെ പോയിന്റ് ആണ് പ്യൂട്രിഡ് ഫിനോമിന, സെപ്റ്റിക് കണ്ടീഷൻസ്, ബെസ്റ്റ് പ്രൊഫൈലാക്ടിക് ഫോർ പ്യൂർലന്റ് ഇൻഫെക്ഷൻ, സ്ട്രെയിനിങ് വിത്ത് ടെനസ്മസ് ഇൻ ഡിസെൻട്രി, offensive, brown, bloody, putrid, involuntary stool, looks like brown yeast, must lie down after every stool. ഓരോ സ്റ്റൂള് കഴിയുമ്പോഴും പേഷ്യന്റ് ഭയങ്കര ക്ഷീണിച്ച് പിന്നെ കിടപ്പായിരിക്കും, അത് ഭയങ്കര പ്യൂട്രിഡ് ആയിരിക്കും എന്നാണ് ആർണിക്കന്റെ ഡയറിയ പറയാം. പിന്നെ ആർണിക്കയ്ക്ക് വേറൊരു പോയിന്റ് ഉള്ളതെന്ന് വെച്ചാൽ ടു സോൾഡിഫൈ സ്റ്റൂൾ, നമുക്ക് സ്റ്റൂൾ ഒന്ന് സോളിഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർണിക്ക കൊടുക്കാം. അതേത് ചിലവരൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡയറിയ വരണു എന്നൊക്കെ പറയുമ്പോൾ റെക്കറന്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ സ്റ്റൂൾ ഒന്ന് സോൾഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ആർണിക്ക കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ആർണിക്കന്റെ പോയിന്റ്. പിന്നെ ഒരുപാട് പേഷ്യൻസ് വന്ന് ഇപ്പൊ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കാണാം ഡയറിയ ഗ്രീൻ കളർ, പച്ച കളറിൽ പോയി എന്ന് പറയും. ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മെർക്സോൾ 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രം സൾഫ് 6x മെഡിക്കേറ്റഡ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കാംഫർ 3x ബോത്ത് അവർലി ടിൽ ബെറ്റർ. മെർക്സോളിന് greenish, bloody, slimy, worse at night with the pain and tenesmus, never get done feeling, discharge accompanied by chilliness, sick stomach, cutting, colic and tenesmus. പിന്നെ നാട്രം സൾഫും ഷൂസ്ലേഴ്സിന്റെ 12 സോൾസിന്റെ ബുക്കില് ഷൂസ്ലർ പ്രത്യേകം പറയുന്നുണ്ട് ഗ്രീനിഷ് ഡയറിയയ്ക്ക് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ളത് നാട്രം സൾ 6x എന്നാണ്. അങ്ങനെയാണ് ഇത് കൊടുത്തത്. ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഗ്രീനിഷ് ഡയറിയ എന്ന് പറയുമ്പോൾ, കെമോമില്ല, അർജന്റം നൈട്രിക്കം, അങ്ങനെ കുറെ പോവും. പക്ഷെ നമുക്ക് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ആക്ഷൻ കിട്ടിയിട്ടുള്ളത് മെർക്സോളും നാട്രം സൾഫാണ്. ഒരുപാട് കേസസ് രാംസാർ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും നല്ല റിസൾട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. ഗ്രീനിഷ് ഡയറിയ പറയുമ്പോൾ മെർക്സോളും നാട്രം സൾഫ് വിത്ത് കാംഫർ. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമുക്ക് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, പക്ഷെ എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അത് നോക്കാം. ഡയറിയ ഫ്രം ആന്റിസിപ്പേഷൻ, പൾസാറ്റ്ല, സൈലീഷ്യ, അർജന്റം നൈട്രിക്കം, ജെൽസീമിയം. അതായത് ഭയങ്കര ഇപ്പൊ എവിടെയെങ്കിലും പുറത്തു പോകണു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ആന്റിസിപ്പേഷൻ കാരണം ഡയറിയ വരും. അപ്പൊ കുട്ടികളൊക്കെ ഇപ്പൊ സ്കൂളിൽ പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഡയറിയ വരുന്നു, ബാത്റൂം പോകണം പറഞ്ഞിട്ട് അവരെപ്പോഴും പോവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോവാൻ നിൽക്കുമ്പോൾ ബാത്റൂം പോകണം പറഞ്ഞിട്ട് പോവും. അങ്ങനെയുള്ളതാണ് ഡയറിയ ഫ്രം ആന്റിസിപ്പേഷൻ. അതിന് പൾസാറ്റ്ല, സൈലീഷ്യ, അർജന്റം നൈട്രിക്കം, ജെൽസീമിയം. പക്ഷെ കൂടുതൽ ആക്ഷൻ കിട്ടിയിരിക്കുന്നത് അർജന്റം നൈട്രിക്കത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് നമ്മളിത് കാണുക സ്കൂളിൽ പോകുമ്പോഴായിരിക്കും. പാരന്റ്സ് വന്ന് പറയാം എപ്പോ സ്കൂളിലേക്ക് റെഡി ആയാലും അപ്പൊ ബാത്റൂമിലേക്ക് ഓടും വാന് വരുന്നതിന് മുന്നേ. അത് കാരണം അവർക്ക് ആന്റിസിപ്പേഷൻ കാരണം അവർക്ക് ആ ബാത്റൂം പോവാൻ തോന്നുന്നതാണ്. അതിന് അർജന്റം നൈട്രിക്കും ആണ് നമ്മൾ കൂടുതലും കൊടുക്കാറ്. ഒരു 2 or 3 ടൈംസ് ഡെയിലി കൊടുക്കും, ആ ഒരു ഇത് മാറുന്ന വരയ്ക്കും. കുറച്ചു കാലം അവർ കണ്ടിന്യൂ ചെയ്യും, മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ്, ടീ ലൈക്ക് സ്റ്റൂൾ, ചായ വെള്ളം പോലെ മലം പോവുക. മെയിൻലി ടൈഫോയിഡിലാണ് പോവുക. അതിന്റെ മെഡിസിൻ ഫോസ്ഫറസ് ആണ്. ടീ ലൈക്ക് സ്റ്റൂൾ, ചായ വെള്ളം പോലെ മലം പോവുക, ഫോസ്ഫറസ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പൊട്ടൻസിയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് 30. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ പൊട്ടൻസി ആയിരിക്കും താല്പര്യം ഉണ്ടാവുക. അത് ഏത് വേണമെങ്കിലും കൊടുക്കാം, 30, 200, 1. അവർക്ക് ഇഷ്ടമുള്ള പൊട്ടൻസി കൊടുക്കാം. പൊട്ടൻസി അവരവരുടെ ചോയ്സ് ആണ്, അതെങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്, മഡി സ്റ്റൂൾ, ചെളിവെള്ളം പോലെ പോവുക. അതായത് ലെപ്റ്റാൻഡ്രയും ആർസാൽബും ആണ് മെഡിസിൻ. ലെപ്റ്റാൻഡ്ര 6E30, പിന്നെ ആർസാൽബ് 30. ആർസാൽബ് പറയുമ്പോൾ മഡി ഡയറി ഓഫ് ചിൽഡ്രൻ, കുട്ടികളിൽ ചെളിവെള്ളം പോലെ പോവുക. അതാണ് ലെപ്റ്റാൻഡ്രയും ആർസാൽബും. നെക്സ്റ്റ്, ഡയറിയ ആഫ്റ്റർ ക്യാബേജ് വിത്ത് ആൻ എംപ്റ്റി ഫീലിംഗ് ഇൻ ദ സ്റ്റൊമക്. അതായത് ക്യാബേജ് കഴിച്ചു എന്നിട്ട് ഡയറിയ വന്നു എന്ന് പറയുന്നത് അത് പെട്രോളിയാണ് മെഡിസിൻ. അത്രേ ഉള്ളൂ. ക്യാബേജ് കഴിച്ചതിന് ശേഷം ഡയറിയ വന്നതെങ്കിൽ അത് പെട്രോളിയാണ് മെഡിസിൻ. പിന്നെ ഡയറിയ ഫ്രം കോഫി, എപ്പോ കാപ്പി കുടിച്ചാലും അപ്പൊ വയറിളകും, അത് സൈക്ലാമെൻ ആണ് മെഡിസിൻ. ഡയറിയ ഫ്രം കോഫി, കാപ്പി കുടിച്ചാൽ വയറിളകും, അത് സൈക്ലാമെൻ 6E30. നെക്സ്റ്റ്, ഡയറിയ ഫ്രം ഷുഗർ, ഷുഗർ കഴിക്കുമ്പോൾ വയറിളകുക, അത് അർജന്റം നൈട്രിക്കം 6E30 ആണ് മെഡിസിൻ. ഡയറിയ ഫ്രം ഷുഗർ, അർജന്റം നൈട്രിക്കം 6E30. പിന്നെ എഗ് പ്രൊഡ്യൂസേഴ്സ് ഡയറിയ, അതായത് മുട്ട കഴിച്ചു എന്നിട്ട് ഫുൾ ഡയറിയ ആയിരുന്നു, അത് ചിനിനം മാർസ് ആണ് മെഡിസിൻ. മുട്ട കഴിച്ചിട്ട് ഡയറിയ ആവുന്നത് ചിനിനം മാർസ് ആണ്. പിന്നെ അതേപോലെ മുട്ട മാത്രമല്ല, ജാക്ക് ഫ്രൂട്ട് കഴിച്ചിട്ടുള്ള ഡയറിയയ്ക്കും നമ്മൾ ചിനിനം മാർസ് തന്നെയാണ് കൊടുക്കുക. എഗ്സിനും ചിനിനം മാർസ് കൊടുക്കാറുണ്ട്, ജാക്ക് ഫ്രൂട്ടിനും ചിനിനം മാർസ് കൊടുക്കാറുണ്ട്.
പിന്നെ ഡയറിയ ഫ്രം ഈറ്റിംഗ് വാട്ടർമെലൻസ്. അത് ഇപ്പൊ ഇനി നമുക്ക് ഒരുപാട് കേസസ് കാണാൻ വേണ്ടി പറ്റും. സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ വാട്ടർമെലന്റെ സീസൺ വരുമ്പോൾ പലരും വന്ന് പറയും വാട്ടർമെലൻ കഴിച്ചു എന്നല്ലേ. അതിനുശേഷം പിന്നെ ഡയറിയ 3-4 തവണ പോയിന്ന്. നമ്മൾ എല്ലാ കേസിലും സിഞ്ചിബർ ആണ് കൊടുക്കുക. 6E അല്ലെങ്കിൽ 6E ആണ് നമ്മൾ കൂടുതലും കൊടുക്കാറ്. 6E കൊടുക്കും. പിന്നെ കാലിഫോസ് വിത്ത് ക്യാംഫറോ കാലിമ്യൂർ വിത്ത് ക്യാംഫറോ കൊടുക്കും. ഭയങ്കര ഒഫൻസീവ് സ്റ്റൂൾ ആണെങ്കിൽ നമ്മൾ കാലിഫോസ് 6X മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3X കൊടുക്കും. അത്ര ഒഫൻസീവ് അല്ല, ഒരുപാട് തവണ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കാലിമ്യൂർ 6X മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3X ആണ് കൊടുക്കാറ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ എല്ലാ കേസസും ഏകദേശം ക്യൂർ ആയിട്ടുണ്ട്, ഒന്നും ഫെയിൽ ആയിട്ടില്ല. ഡയറിയ ഫ്രം ഈറ്റിംഗ് വാട്ടർമെലൻസ്, വാട്ടർമെലൻ കഴിച്ചിട്ട് ഡയറിയ വരുന്നത് സിഞ്ചിബർ ആണ് മെഡിസിൻ. പിന്നെ എഗ് ആണെങ്കിൽ ചിന്നിനം മാർസ്, ജാക്ക് ഫ്രൂട്ടും ചിന്നിനം മാർസ് തന്നെയാണ് കൊടുക്കുക. നെക്സ്റ്റ് ഡയറിയ ഫ്രം മദേഴ്സ് മിൽക്ക്. അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള കുട്ടികൾ അമ്മയുടെ പാല് കഴിച്ചിട്ട് പിന്നെ ഡയറിയ വരുന്നു എന്നുണ്ടെങ്കിൽ അത് അബ്രോട്ടാനം 30 ആണ് മെഡിസിൻ. പിന്നെ ഡയറിയ ഫ്രം മിൽക്ക്, അത് ആർക്ക് വേണമെങ്കിലും ആവാം. എത്തൂസ 30, നാട്രം സെൽഫ് 30, സെപ്പിയ 30. ഡയറിയ ഫ്രം മിൽക്ക്, എത്തൂസ, നാട്രം സൾഫ്, സെപ്പിയ. നെക്സ്റ്റ് ഇൻഫന്റൈൽ ഡയറിയ വേഴ്സ് ഫ്രം ബോയിൽഡ് മിൽക്ക് ആൻഡ് റാപ്പിഡ് എക്സോഷൻ. അതായത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും പാല് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഡയറി ഉണ്ടാവും. അതും ഭയങ്കര ക്ഷീണമായിട്ടായിരിക്കും അവർക്ക് വരിക, ഭയങ്കര ഒരു ഡ്രൗസിനെസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സെപ്പിയ കൊടുക്കുക. ഇൻഫന്റൈൽ ഡയറിയ വേഴ്സ് ഫ്രം ബോയിൽഡ് മിൽക്ക് ആൻഡ് റാപ്പിഡ് എക്സോഷൻ, അത് സെപ്പിയാണ് മെഡിസിൻ. പിന്നെ ഡയറിയ ഫ്രം ബോയിൽഡ് മിൽക്ക്, അത് കുട്ടികൾ എന്നല്ല ജനറൽ ആയിട്ടുള്ളതാണ്. ഡയറിയ ഫ്രം ബോയിൽഡ് മിൽക്ക് നക്സ് മൊസ്കേറ്റ 30 ആണ് മെഡിസിൻ. പിന്നെ ഡയറിയ ഫ്രം കൗസ് മിൽക്ക്, പശുമ്പാല് കഴിച്ചതിന് ശേഷം ഡയറിയ വരിക, അത് ലാക് ഡിഫ്ലോറേറ്റം 30 ആണ് മെഡിസിൻ. പിന്നെ അവേർഷൻ ടു മിൽക്ക് ആൻഡ് ഡയറിയ ഫ്രം ഇറ്റ്, പാൽ ഇഷ്ടമല്ല പക്ഷെ എപ്പോ കഴിച്ചാലും ഡയറിയ ആണ്, അത് നാട്രം കാർബ് 30 ആണ് മെഡിസിൻ. പിന്നെ കനോട്ട് ഡൈജസ്റ്റ് മിൽക്ക്, പാൽ ഇഷ്ടമായിരിക്കാം അവർക്ക്, പക്ഷെ അത് കുടിക്കുമ്പോൾ അത് ഒരിക്കലും ഡൈജസ്റ്റ് ആവില്ല, അത് ഡയറിയോ വൊമിറ്റിങ്ങോ എന്ത് വേണമെങ്കിലും ആയിട്ട് വരും, അത് ആസിഡ് മ്യൂർ 30 ആണ് മെഡിസിൻ. ആസിഡ് മ്യൂർ 30 ആണ് അതിന്റെ മെഡിസിൻ. ഇനി നെക്സ്റ്റ് ബ്ലാക്ക് സ്റ്റൂള്. ഈ ബ്ലാക്ക് സ്റ്റൂള് പറയുമ്പോഴേ നമുക്ക് അറിയണം ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും മേ ബി ബ്ലാക്ക് സ്റ്റൂൾ ആയിട്ട് വരുന്നത്. ചിലപ്പോൾ മേ ബി എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പൊ ചിലവർക്ക് ബ്ലാക്ക് സ്റ്റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവർ പല ടെസ്റ്റും ചെയ്യും. ഇപ്പൊ അവർ ആദ്യം അലോപ്പതിക് ഹോസ്പിറ്റൽസിലായിരിക്കും പോവാം, ഒരുപാട് ടെസ്റ്റ് ചെയ്യും, പക്ഷെ എന്തുകൊണ്ടാന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മളതൊരു അസ്യൂം ചെയ്യാണ്, മേ ബി ഇന്റേണൽ കാപ്പിലറി ബ്ലീഡിങ് എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യണം. മേ ബി അതായിരിക്കും റീസൺ, വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതായിരിക്കും. ബ്ലാക്ക് സ്റ്റൂൾസ് എന്ന് പറയുമ്പോഴേ ബ്ലഡ് മിക്സ്ഡ് ആയിട്ടാണ്. അപ്പൊ അത് കാലി സൾഫ് ആണ് മെഡിസിൻ, കാലി സൾഫ് 6X 30. പിന്നെ ലെപ്റ്റാൻഡ്ര 6E 3X 30, ഹെലിയാന്തസ് 3X 30. നമ്മള് കൂടുതലും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ലെപ്റ്റാൻഡ്രയും കാലി സൾഫ് 6X മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3X കൊടുത്തിട്ടാണ്. ചില കേസസിൽ നമ്മൾ അക്കാലിഫ ഇൻഡിക്ക 3X കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് ഇങ്ങനെ രക്തത്തിലൂടെ ബ്ലീഡിങ് വരും, സ്റ്റൂള് പോകുമ്പോൾ ബ്ലീഡിങ് വരും, സ്റ്റൂള് ബ്ലാക്ക് കളർ ആയിരിക്കും, പക്ഷെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഹീമോഗ്ലോബിൻ ഒക്കെ നോർമൽ ആയിരിക്കും, പക്ഷെ ഇങ്ങനെ ബ്ലാക്ക് കളറിലായിരിക്കും സ്റ്റൂള് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് അക്കാലിഫയും കൊടുക്കാം, കാരണം എവിടെയോ ബ്ലീഡിങ്, ഇന്റേണൽ ബ്ലീഡിങ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് സ്റ്റൂള് പോകുന്നത്. അപ്പൊ അത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അക്കാലിഫ കൊടുക്കാറുണ്ട്, 3Xോ 30ഓ കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിഫോ 6X മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ അത് കൊടുക്കും. അതേപോലെ തന്നെ അക്കാലിഫ പോലെ തന്നെ എവിടെയെങ്കിലും ഇന്റേണൽ കാപ്പിലറി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് അറസ്റ്റ് ചെയ്യാൻ നമുക്ക് ടാനിക് ആസിഡ് കൊടുക്കാം, ടാനിൻ അല്ലെങ്കിൽ ടാനിക് ആസിഡ് എന്ന് പറയും. അതും അതേപോലെ കാപ്പിലറി ബ്ലീഡിങ്സ് അറസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് മെഡിസിൻ ആണ്. നമ്മൾ ചിലപ്പോൾ അക്കാലിഫ ഇൻഡിക്ക 3Xും കാലിഫോ 6X മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫറും 3 ടൈംസോ 4 ടൈംസോ കഴിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ടാനിക് ആസിഡ് ഒരു ഡോസ് മോർണിംഗോ നൈറ്റോ അല്ലെങ്കിൽ മോർണിംഗ് ആൻഡ് ബെഡ് ടൈം ഓരോ ഡോസ് കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെയും കൊടുക്കാറുണ്ട്. അവർക്ക് പേഷ്യന്റിന് ഇപ്പൊ ഇങ്ങനെ ബ്ലാക്ക് സ്റ്റൂൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പേഷ്യന്റിന്റെ അടുത്ത് ഹീമോഗ്ലോബിനും RBC നോക്കാൻ പറയണം. കാരണം ഇങ്ങനെ ചില കേസസിൽ എന്ത് പറ്റും വെച്ചാൽ ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും, ഹീമോഗ്ലോബിൻ താഴ്ന്നുണ്ടാവും, പക്ഷെ നമ്മൾ അറിയില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹീമോഗ്ലോബിനും RBC നോക്കുക, അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേസ് എടുക്കാം. അങ്ങനെ
Next, white chalk-like ashy and pasty stools, diarrhea during jaundice. വൈറ്റ് കളറിലെ ചോക്ക് ലൈക്ക് ആയിട്ടുള്ള സ്റ്റൂൾസ് ആണെങ്കിൽ അത് ഡിജിറ്റാലിസ് ആണ് മെഡിസിൻ. ഇനി ഫയറി റെഡ് അറൌണ്ട് ഏനസ്, frequent stools, it may be due to lactose intolerance, also sugar allergy. Whatever may be the reason, give Medorinum 30, Natramur 6x30, Merck Cyanatus 30. ഇതിൽ നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മെഡോറിനത്തിലാണ് കിട്ടിയിരിക്കുന്നത്. കുറെ കേസസ് വരും ലാക്ടോസ് ഇൻടോളറൻസ് ആയിട്ട്. ചെറിയ കുട്ടികളായിരിക്കും, ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവർക്ക് ഇങ്ങനെ ലൂസ് ടൂൾസ് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും അവരുടെ ഏനൽ റീജിയൻ നോക്കും. അപ്പൊ അവരുടെ ഏനൽ റീജിയനിൽ ഭയങ്കര റെഡ്നെസ് ഉണ്ടാവും. അതാണ് ഫയറി റെഡ് അറൌണ്ട് ഏനസ് എന്ന് പറയുന്നത്. ഏനൽ റീജിയനിൽ നല്ല റെഡ്നെസ് ഉണ്ടെങ്കിൽ അത് ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. ഡയറിയ ഉണ്ട്, ഫയറി റെഡ് അറൌണ്ട് ഏനസും ഉണ്ടെങ്കിൽ നമുക്കത് ലാക്ടോസ് ഇൻടോളറൻസ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ചിലര് പറയും പാൽ തന്നെ നിർത്തണം, ബ്രസ്റ്റ് ഫീഡിങ് പോലും പാടില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ പറയില്ല. കാരണം അതില്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് ഒരു ന്യൂട്രീഷനോ ഒന്നും പോകുന്നില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്തോളൂ, പക്ഷെ വേറെ മിൽക്ക് ഇൻടേക്ക് ഒന്നും വേണ്ട പറയും. അത് അമ്മയാണെങ്കിലും കുട്ടിയാണെങ്കിലും വേണ്ട. പിന്നെ നേരത്തെ പറഞ്ഞ ഡയറ്റ് നമ്മൾ അമ്മയുടെ അടുത്ത് ഫോളോ ചെയ്യാൻ വേണ്ടി പറയും. അമ്മ നോൺ വെജ് ഒന്നും കഴിക്കണ്ട, ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്, റൈസ് ഫുഡ്സ് മാത്രം കഴിക്കാം. പിന്നെ സാഗോ കൊണ്ടോ കഞ്ഞിയോ കുറുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അമ്മയുടെ അടുത്ത് കഴിക്കാൻ പറയും. കാരണം അമ്മ കഴിക്കുന്നതെല്ലാം മിൽക്കിലൂടെ കുട്ടിക്കും കിട്ടിക്കോളും. അപ്പൊ അങ്ങനെ അമ്മയുടെ അടുത്ത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തരുത് എന്ന് പറയും. അങ്ങനെ അപ്പൊ നമ്മൾ മെഡോറിനോണ് കൊടുക്കുക. വളരെ ചെറിയ 2 മാസമായിട്ടുള്ള 3 മാസമായിട്ടുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ 30 ml ഒരു സ്റ്റോപ്പർ ബോട്ടലിൽ 3/4 ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കും. എന്നിട്ട് അതിൽ ഒരൊറ്റ ഡ്രോപ്പ് മെഡോറിനം 30 ഒറ്റിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒരു 2 or 3 ഡ്രോപ്സ് ചുണ്ടൊന്ന് താഴ്ത്തിയിട്ട് ഒറ്റിച്ചു കൊടുക്കാൻ പറയും. ഒരു ദിവസം ഒരു 4, 5 or 6 ടൈംസ് ചെയ്യാൻ പറയും. ഓരോ തവണ എടുക്കുമ്പോഴും ഒന്ന് 8 or 10 തവണ ഷേക്ക് ചെയ്തിട്ട് എടുക്കാൻ പറയും. അങ്ങനെ ഒരു 4 or 5 days കൊടുക്കാൻ പറയും. അപ്പോഴേക്കും തന്നെ അത് കുറയാറുണ്ട്. കുറഞ്ഞില്ലെങ്കിൽ പിന്നെ വരാൻ വേണ്ടി പറയും. പക്ഷെ മെഡോറിനം കൊടുത്തിട്ട് അങ്ങനെ ഒരു കേസും ഫെയിൽ ആയിട്ടില്ല. എല്ലാത്തിലും നല്ല റിസൾട്ടാണ് മെഡോറിനം തന്നിരിക്കുന്നത്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ അത് മെഡോറിനം ആണ്. അത് അറിയാം നമുക്ക് ഏനസിന്റെ അവിടെ റെഡ്നെസ് ഉണ്ടാവും വിത്ത് ഡയറിയ. അപ്പൊ വളരെ ചെറിയ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ അവരുടെ ഏനസിന്റെ ചുറ്റും നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കണം, ഏനസിന്റെ അവിടെ റെഡ്നെസ് ഉണ്ടോ ചോദിക്കണം. ചിലവരുണ്ട് പറയും, ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോഴായിരിക്കും അവർ ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞിട്ട് അവിടെ നോക്കുമ്പോൾ ശരിക്കും റെഡ്നെസ് ഉണ്ടാവും. അപ്പൊ അത് ലാക്ടോസ് ഇൻടോളറൻസ് ആണെന്ന് നമുക്ക് സസ്പെക്ട് ചെയ്യാം. പിന്നെ അതിനനുസരിച്ച് മെഡിസിൻ കൊടുക്കാം. അപ്പൊ എപ്പോഴും കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അതൊന്ന് ചോദിക്കണം. നെക്സ്റ്റ്, forced discharge of sudden profuse watery like rice water diarrhea, loud noise in abdomen like gurgling of water coming out of a bung hole associated with the coldness, cramps, nausea and vomiting. Jatropha thuja. അതായത് നമ്മൾ പറയും പൈപ്പ് തുറന്നു വിട്ട പോലെ പോവും. അതാണ് നമ്മൾ ജെട്രോഫിന്റെ ഡയറിയിൽ എപ്പോഴും പറയാം. ഒരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ വെള്ളം ചാടുന്ന പോലെ വരും. അതാണ് ജെട്രോഫിയും തൂജി. അതാണ് ഫോഴ്സ്ഡ് ഡിസ്ചാർജ് ഓഫ് സഡൻ പ്രൊഫ്യൂസ് വാട്ടറി റൈസ് വാട്ടർ ഡയറിയ ആയിരിക്കും, ആസ് ഇഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഫ്രം എ ബങ്ക് ഹോൾ. പിന്നെ ഡയറിയ ആസ് ഫ്രം എ പൈപ്പ്, ജെട്രോഫ, ക്രോട്ടൻറ്റിക്, പോഡോഫൈലം. പോഡോഫൈലും ഒരുപാട് പേര് ഡയറിയക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. നല്ല മെഡിസിൻ ആണ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളിപ്പോ വളരെ ചെറിയ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പാരന്റ്സിനും ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവിടെയൊക്കെയാണ് നമ്മൾ പോഡോഫൈലും കൊടുക്കും. പക്ഷെ കൂടെ നമ്മൾ കാലിഫോസ് ക്യാംഫറോ കാലിമ്യൂർ ക്യാംഫറോ കൊടുക്കും. പിന്നെ എല്ലാ കേസസിലും നമ്മൾ കാലിഫോസ് ക്യാംഫർ നമ്മൾ 1 hour ഗ്യാപ്പിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയില്ല. ചിലപ്പോൾ വളരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കാലിഫോസ് 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x അത് ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് 3 times 4 times കൊടുത്താൽ മതി എന്ന് പറയും. ഡയറിയ സ്റ്റോപ്പ് ആയി എന്ന് വെച്ചാൽ നിന്നാൽ അത് നിർത്താൻ വേണ്ടി പറയും. ചിലപ്പോൾ നല്ല ഫീവർ ആയിട്ടായിരിക്കും വരിക, ഡയറിയ വിത്ത് ഫീവർ ആയിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ആർസാൽബും കാലിഫോസ് വിത്ത് ക്യാംഫർ ആണ് കൊടുക്കണമെങ്കിൽ ആർസാൽബ് മാത്രം അവർലി കൊടുക്കാൻ പറയും. കാലിഫോസ് 6x വിത്ത് ക്യാംഫർ ഒരു ഗുളിക വെച്ച് 4 നേരം കൊടുത്താൽ മതി. ഡയറിയ സ്റ്റോപ്പ് ആയാൽ കാലിഫോസ് ക്യാംഫർ നിർത്താൻ പറയും. ആർസാൽബ് മാത്രം ഒരു 3-4 ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറ്. നെക്സ്റ്റ്, ക്യാമ്പ് ഡയറിയ വിത്ത് പെയിൻലെസ് വാട്ടറി സ്റ്റൂൾസ്. പെയിൻലെസ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഡെബിലിറ്റി, അത് ആസിഡ് ഫോഴ്സ് ആണ്. ഡയറിയ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഈറ്റിംഗ്. Best remedy for people living in camps, hostel, etc. were these type of serious diseases which spreads very fast.
അൽസ്റ്റോണിയ സ്കോളാറിസ് ആണ് മെഡിസിൻ. ക്യാമ്പ് ഡയറിയ, ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ക്യാമ്പിലൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഡയറിയ, അതിന് അൽസ്റ്റോണിയ സ്കോളാറിസ്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ക്യാമ്പ് ഡയറിയ എന്ന് പറഞ്ഞിട്ട് അൽസ്റ്റോണിയയിൽ. നെക്സ്റ്റ് വോമിറ്റിംഗ് ആണ്. ഡിസ്പൊസിഷൻ ടു വോമിറ്റ് ആഫ്റ്റർ ഈറ്റിംഗ്, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാനുള്ള പ്രവണത. വോമിറ്റിംഗ് കോസ്ഡ് ബൈ ഈവൻ സിംപ്ലസ്റ്റ് ഫുഡ്, മോർണിംഗ് സിക്നസ്. അത് സെപ്പിയാണ് മെഡിസിൻ. എന്ത് കഴിക്കുമ്പോഴും ഛർദ്ദിക്കാൻ തോന്നുക. ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി എന്ത് കഴിക്കുമ്പോഴും ഛർദ്ദിക്കണു പറഞ്ഞിട്ടാ വന്നത്. അപ്പൊ നമ്മള് പാരന്റ്സും ആദ്യം വിചാരിക്കാം പഠിക്കാൻ ആയിരിക്കുന്നതാണ്. പക്ഷെ അത് പിന്നെ ആ കുട്ടിക്ക് അതൊരു ശീലമായി, ഹാബിറ്റായി. ആദ്യം പാരന്റ്സും അധികം കെയർ ചെയ്തില്ല, പിന്നെ അത് ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പോഴാണ് അവരും ശ്രദ്ധിച്ചത്. ഇപ്പൊ ടെൻഡൻസി ആയിരുന്നു. നമ്മൾ ആദ്യം വേറെ എന്തൊക്കെയോ കൊടുത്തു, പിന്നീടാണ് നമുക്ക് ഡിസ്പോസിഷൻ ടെൻഡൻസി, എന്ത് കഴിക്കുമ്പോഴും ആ കുട്ടിക്ക് ഛർദ്ദിക്കാൻ തോന്നണം. അപ്പൊ എപ്പോഴും രാം സാറ് പറയും ഡിസ്പോസിഷൻ അല്ലെങ്കിൽ ടെൻഡൻസി പണ്ടൊരു മെഡിസിനിൽ ഉണ്ടെങ്കിൽ ആ മെഡിസിൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഡിസ്പോസിഷൻ ടു വോമിറ്റ് ആഫ്റ്റർ ഈറ്റിംഗ്, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാനുള്ള പ്രവണത സെപ്പിയാണ് കൊടുക്കുക. ഒരുപാട് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് 15 മിനിറ്റ്സ് ഗ്യാപ്പിൽ കൊടുക്കാം. കുറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈംസ്. ഇപ്പൊ നമ്മളെ കൊടുത്തെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എന്ത് കഴിച്ചാലും ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ 3 ടൈംസ് ഡെയിലി വെച്ചിട്ട് കുറച്ച് ദിവസത്തേക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു. 10 ഗ്രാംസ് എന്തോ കൊടുത്തു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, പക്ഷെ എന്നാലും ആ പണ്ട് പറയുമ്പോൾ 3 നേരം 4 നേരവും എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല, എപ്പോഴെങ്കിലും ആണ് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ സെപ്പിയ തന്നെയാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. ഡിസ്പോസിഷൻ ടു വോമിറ്റ് ആഫ്റ്റർ ഈറ്റിംഗ്, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാനുള്ള പ്രവണത, സെപ്പിയ. നെക്സ്റ്റ് ഈസി വോമിറ്റിംഗ്, എസ്പെഷ്യലി ആഫ്റ്റർ ഈറ്റിംഗ്, ഡ്രിങ്കിങ് ഓർ എനിത്തിങ്. തുടർച്ചയായുള്ള ഓക്കാനം കാരണം ഉണ്ടാവുന്ന പ്രാണവേദന. ഡിജിറ്റാലിസ് ആണ് മെഡിസിൻ, പെട്ടെന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അൺറീസണബിൾ വോമിറ്റിംഗ്, അത് ഇലാട്രിയം. ഇതും നമ്മൾ ഒരുപാട് കേസസിന് കൊടുത്ത് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇലാട്രിയം. ചിലവര് വരുമ്പോ പറയും ഫുഡൊക്കെ അവർ നോർമൽ ആയിട്ടാ കഴിച്ചിട്ടുള്ളത്, പുറത്ത് എവിടെയും പോയിട്ടില്ല, പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല, ഇപ്പൊ വീട്ടിൽ നിന്നാണെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ അവരിങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. റീസൺ ഇല്ല, അൺനോൺ കോസ് ആണ്, പക്ഷെ വോമിറ്റിംഗ് ഉണ്ട്. അതാണ് അൺറീസണബിൾ വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇലാട്രി ആണ് കൊടുക്കുക. ഇലാട്രിയും ഒരു 2 അവർലി 3 അവർലി കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെയാണ്. അൺറീസണബിൾ വോമിറ്റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇലാട്രി ആണ് കൊടുക്കുക. അത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുമുണ്ട് ഒരുപാട്. നെക്സ്റ്റ് vomiting all fluids with inexpressible convulsive gagging and pain must bend backwards. എന്ത് കഴിച്ചാലും കുടിച്ചാലും ഛർദ്ദിക്കുക. വാട്ടർ ഇസ് വോമിറ്റഡ് ആസ് സൂൺ ആസ് ഇറ്റ് റീച്ചസ് ദ സ്റ്റൊമക്. ബിസ്മത്ത് ആണ് മെഡിസിൻ. അതായത് എപ്പോഴും ഛർദ്ദിക്കുക, പക്ഷെ ഛർദ്ദിക്കുന്നതിന്റെ കൂടെ നല്ല വയറുവേദനയും ഉണ്ടാവും. അതാണ് ബിസ്മത്തിന്റെ പോയിന്റ്. സാനിക്കുലിയും ഏകദേശം സെയിം ആണ്. ഫുഡ് ഇസ് വോമിറ്റഡ് ആസ് സൂൺ ആസ് ഇറ്റ് റീച്ചസ് ദ സ്റ്റൊമക്. ബിസ്മത്തില് വാട്ടർ ഇസ് വോമിറ്റഡ് ആസ് സൂൺ ആസ് റീച്ചസ് ദ സ്റ്റൊമക് ആണ്. സാനിക്കുലിയിൽ ഫുഡ് വാട്ടറോ എന്ത് വേണമെങ്കിലും ആവാം. നെക്സ്റ്റ് നമ്മുടെ അടുത്ത് വന്നൊരു കേസാണ്, വോമിറ്റ്സ് ഫുഡ് ഓഫ് ടേക്കൺ ആഫ്റ്റർ 7 PM. ഇത് പേഷ്യന്റ് ഇങ്ങനെ തന്നെ പെർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞതാണ്. രാത്രി 7 മണിക്ക് ശേഷം എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അത് വോമിറ്റ് ചെയ്യാം. ആ കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങിക്കോളും. അപ്പൊ നമ്മൾ കൊടുത്തത് എത്തൂസ 30 3 ടൈംസ് ഡെയിലി, പിന്നെ അരേനിയ ഡയറിമ 30 1 ഡോസ് അറ്റ് 6 PM. കാരണം 7 മണിക്ക് ശേഷമാണല്ലോ കുട്ടി ഛർദ്ദിക്കുന്നത്. എല്ലാ ദിവസവും ഇത് തന്നെയാണ്. അപ്പോ ഒരു പീരിയോഡിസിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അരേനിയ ഡയറിമ കൊടുത്തത്. അതും ഒരു 6 PM നമ്മൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. 7 മണിക്ക് ശേഷം ഛർദ്ദിക്കുന്നതുകൊണ്ട് 6 മണിയാകുമ്പോൾ ഈവനിങ് നമ്മൾ അരേനിയ ഡയറിമ, പീരിയോഡിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അരേനിയ ഡയറിമ കൊടുത്തത്. പിന്നെ എത്തൂസിയും ആന്റിയും ടാർട്ടും പറയുമ്പോൾ ഗോസ് ടു സ്ലീപ്പ് ആഫ്റ്റർ വോമിറ്റിംഗ്. ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അവർ ഉറങ്ങും. അപ്പൊ അതാണ് നമ്മൾ എത്തൂസ സെലക്ട് ചെയ്തത്. ആ കുട്ടിയും അങ്ങനത്തെ, പാരന്റും അങ്ങനെയാ പറഞ്ഞത്. ആ കുട്ടി ഒന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ പീസ്ഫുൾ ആയിട്ട് കിടന്നുറങ്ങിക്കോളും. അപ്പൊ നമ്മൾ എത്തൂസിയും കൊടുത്തു, അരേനിയ ഡയറിമിയാണ് നമ്മൾ ആ കേസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഛർദി കാരണം നൈരാശ്യവും മരിച്ചു പോകും എന്നുള്ള തോന്നലും. 10 minutes Ars hydrogenisatum 30 both 4 times daily. Ars hydrogenisatum പോയിന്റ് despair during vomiting. മെഡോറിനം തുടരെയുള്ള ഛർദി കാരണം തുടർച്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതായത് വോമിറ്റിംഗ് കാരണം അവർക്ക് മരിച്ചു പോവോ, ഭയങ്കര ഒരു ഡെസ്പിറേഷൻ ആയിരിക്കും. അപ്പൊ അതിനാണ് ആർസ് ഹൈഡ്രോജനിസേറ്റും മെഡോറിനും. ഇനി നെക്സ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വോമിറ്റിംഗ് ആണ്.
എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞിട്ട് വരുന്ന വോമിറ്റിംഗ്. ഇൻഡ്യൂസ്ഡ് ബൈ ഈറ്റിംഗ് എനിത്തിങ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് വോമിറ്റിംഗ് ആണ് വിച്ച് ഇസ് ഇൻഡ്യൂസ്ഡ് ബൈ ഈറ്റിംഗ് എനിത്തിങ്. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കാം. അത് ഫെറമെറ്റ് ആണ് മെഡിസിൻ, ഫെറമെറ്റ്. പിന്നെ വോമിറ്റിംഗ് വിത്ത് കൺവൽസീവ് ഗാഗിങ് ആൻഡ് ഇൻഎക്സ്പ്രസിബിൾ പെയിൻ ആഫ്റ്റർ ലാപ്രോപ്റ്റമി, അത് ബിസ്മത്ത് ആണ് മെഡിസിൻ, ബിസ്മത്ത് 30. പിന്നെ സ്പെസിഫിക് ആയിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് വോമിറ്റിംഗ് എന്ന് പറയുന്നത് ഫോസ്ഫറസിൽ പറയുന്നുണ്ട്, ഫോസ്ഫറസിൽ. പിന്നെ ഇതാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വോമിറ്റിംഗിന്റെ മെഡിസിൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട്. ഫെറമെറ്റും ബിസ്മത്തും ഫോസ്ഫറസും ആണ് മെയിൻ ഇമ്പോർട്ടന്റ് റെമഡീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, വാണ്ട്സ് ടു വോമിറ്റ് ബട്ട് കനോട്ട്. ഒന്ന് ഛർദിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും. അത് നക്സ്വോമിക്ക 13, ബാപ്റ്റീഷ്യ ഉണ്ടായിരുന്നു. ആ പേഷ്യന്റ് ഓൾറെഡി പല സ്ട്രോക്കിനൊക്കെ മെഡിസിൻസ്, അലോപ്പത്തിക് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും അക്യൂട്ട് ആയിട്ട് കംപ്ലൈൻസ് വരുമ്പോൾ നമ്മളുടെ അടുത്ത് വരും. ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അക്യൂട്ട് ആയിട്ട് കംപ്ലൈൻസ് വരുമ്പോൾ നമ്മളുടെ അടുത്ത് വരും. നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യാം, എല്ലാം അങ്ങനത്തെ എപ്പോഴും വരുന്ന പേഷ്യന്റ് ആണ്. അപ്പൊ ആ പേഷ്യന്റ് ഒരു ദിവസം വന്ന് പറഞ്ഞത് എന്തായിരുന്നു, ഒന്ന് ഛർദിച്ചാ മതിയായിരുന്നു എന്ന് പറയും. ഛർദിക്കാൻ വരുന്നുണ്ട് പക്ഷെ എന്നാ ഛർദിക്കുന്നില്ല. അപ്പൊ പേഷ്യന്റിന് ഒരു ഫീലിംഗ് ആണ് ഛർദിച്ചാൽ മതിയായിരുന്നു എന്ന്. പിന്നെ ഭയങ്കര ക്ഷീണം, എഴുന്നേക്കാനേ വയ്യ. അപ്പൊ നമ്മൾ കൊടുത്തത് ബാപ്റ്റീഷ്യ 30 ആണ്. എവറി 2 hourly കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു 2 ദിവസം കഴിയുമ്പോൾ പേഷ്യന്റ് വന്ന് പറഞ്ഞു ബെറ്റർ ആണ്, പക്ഷെ ഛർദിക്കാൻ വരുന്ന ടെൻഡൻസി ഇല്ല, ക്ഷീണവും കുറഞ്ഞു എന്ന്. ബാപ്റ്റീഷ്യന്റെ വേറൊരു പോയിന്റ് ആണ് ഇൻഡിസ്ക്രൈബിൾ സിക്ക് ഫീലിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ക്ഷീണം, ഒന്ന് കിടന്നാ മതിയായിരുന്നു, തീരെ വയ്യ എന്നൊക്കെ പറയുന്നത് ബാപ്റ്റീഷ്യന്റെ പോയിന്റ് ആണ്. അപ്പൊ അതിന്റെ കൂടെ വാണ്ട്സ് ടു വോമിറ്റ് ബട്ട് കനോട്ട്, ഒന്ന് ഛർദിച്ചാൽ മതിയായിരുന്നു എന്ന് കൂടെ ഉണ്ടെങ്കിൽ അത് പിന്നെ ആപ്റ്റായി. അപ്പൊ അതാണ് ബാപ്റ്റീഷ്യ. ഇപ്പൊ ഈ ഒരു പോയിന്റ് ഇല്ല, ഒന്ന് ഛർദിച്ചാൽ മതിയായിരുന്നു എന്നില്ലെങ്കിൽ പോലും ഇപ്പൊ ഏതെങ്കിലും പേഷ്യൻസ് ഇപ്പൊ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര ക്ഷീണമാണ്, എപ്പോഴും ഇങ്ങനെ കിടക്കണം എന്ന് തോന്നുക, എഴുന്നേക്കാനേ വയ്യ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ബാപ്റ്റീഷ്യ 30th പൊട്ടൻസി കൊടുക്കാം, 6E അല്ലെങ്കിൽ 30 കൊടുക്കാം. അതിൽ നല്ല ഒരുപാട് ആക്ഷൻ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് വേരിയേഷൻ ആയതുകൊണ്ടാണെന്നും അറിയില്ല, ഒരുപാട് കേസസ് അങ്ങനെ വരുന്നുണ്ട്. ഭയങ്കര ക്ഷീണമാണ്, കൈയും കാലൊക്കെ ഒന്ന് കുഴഞ്ഞു പോകുന്ന പോലെ, ഒന്നിനും എണീക്കാൻ വയ്യ, ഒരു ജോലിയും ചെയ്യാൻ വയ്യ. അപ്പൊ നമ്മളിപ്പോ കൂടുതലും കൊടുക്കുക ബാപ്റ്റീഷ്യ 30 ആണ് കൊടുക്കുന്നത്. നല്ല റിസൾട്ടും അതിന് കിട്ടിയിട്ടുണ്ട്, ബാപ്റ്റീഷ്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് റിസൾട്ട്. നെക്സ്റ്റ്, വോമിറ്റിംഗ് ആഫ്റ്റർ എനി എക്സേർഷൻ ഓർ എക്സസൈസ്, അതാണ് ആർണിക്കയാണ് മെഡിസിൻ. വോമിറ്റിംഗ് ആഫ്റ്റർ ട്രോമാറ്റിക് ഇഞ്ചുറീസ്, ഓവർ യൂസ് ഓഫ് എനി ഓർഗൻ ആഫ്റ്റർ ടു മച്ച് ട്രെയിനിങ് എക്സെട്ര. It is especially suited to cases when any injury, however remote, seems to have caused the present problem, including vomiting, vertigo, dizziness, cramps, fainting, etc. So logically, arnica must be the most specific or synonym for vomiting after any kind of exertion, exercise or dancing. നമുക്ക് ആർണിക്ക എന്ന് പറയുമ്പോഴേ ഓവർ യൂസ് ഓഫ് എനി ഓർഗൻ, അല്ലെങ്കിൽ ടു മച്ച് ട്രെയിനിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമാറ്റിക് ഇഞ്ചുറീസ് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ കംപ്ലൈൻസിനും നമുക്ക് ആർണിക്ക കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചില പേഷ്യന്റ് വന്ന് പറയും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഛർദ്ദിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ചില കുട്ടികൾ പറയും ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് ഡാൻസ് കളിച്ചു കഴിഞ്ഞ് വന്നാൽ അപ്പൊ ഛർദ്ദിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുക ആർണിക്കയാണ് കൊടുക്കുക. ആഫ്റ്റർ ട്രോമാറ്റിക് ഇഞ്ചുറി അല്ലെങ്കിൽ ഓവർ യൂസ് ഓഫ് എനി ഓർഗൻ, ടു മച്ച് ട്രെയിനിങ് കാരണമുള്ള വോമിറ്റിങ്ങോ ഏത് കംപ്ലൈൻസിനും ഇൻക്ലൂഡിങ് വോമിറ്റിംഗ് ആർണിക്ക നല്ലതാണ്. Next, smell of cooking food causes nausea, vomiting, even fainting, especially fish. അത് കോൾച്ചിക്കോ ആണ് മെഡിസിൻ. സ്മെല്ല് പോലും നമുക്ക് പറ്റില്ല. കുക്കിംഗ് ഫുഡിന്റെ സ്മെല്ല് തട്ടുമ്പോഴേക്കും നമുക്ക് നോസിയ, വോമിറ്റിംഗ്, ഫെയിന്റിങ്, അല്ലെങ്കിൽ ചിലർക്ക് തലവേദനയായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് കോൾച്ചിക്കോ ആണ് കൊടുക്കുക. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എസ്പെഷ്യലി ഫിഷ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ഇപ്പൊ ചില പേഷ്യൻസ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് വന്ന് പറയും മീൻ കഴിച്ചു അതിനുശേഷമാണ് വോമിറ്റിംഗ്, ഡയറിയ എന്ന് പറഞ്ഞിട്ട് പറയും. അങ്ങനെ പറയുന്നവർക്ക് നമ്മൾ കൊടുക്കുക കാർബോ വെജ് ആണ് കൊടുക്കുക. കാർബോ വെജ് 30 ആണ് കൊടുക്കുക. ഫിഷ് കഴിച്ചതിന് ശേഷം, അത് ഏത് ഫിഷ് ആയിക്കോട്ടെ, പക്ഷെ ഫിഷ് കഴിച്ചതിന് ശേഷം വോമിറ്റിംഗ് ഓർ ഡയറിയ പറയുമ്പോൾ കാർബോ വെജ് ആണ് കൊടുക്കുക. ഇപ്പൊ ഡയറിയ ഒരുപാട് കുറച്ച് ഫ്രീക്വന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ അടുത്ത് വരുമ്പോഴേ 3 to 4 times ഒക്കെ പോയി പറയുകയാണെങ്കിൽ കാർബോ വെജും കൊടുക്കും. കൂടെ നാട്രം സൾഫ് 6x മെഡിക്കേറ്റഡ് വിത്ത് കാംഫർ 3x അതും കൂടെ കൊടുക്കും. കാർബോ വെജും നാട്രം സൾഫും ആണ് സ്പെസിഫിക് ആയിട്ട് പറയണത് ഡയറിയ ഓർ വോമിറ്റിംഗ് ഫ്രം ഫിഷ്. നെക്സ്റ്റ്, വോമിറ്റിംഗ് ഓഫ് ഈവൻ ലീസ്റ്റ് ഫുഡ്, കുറച്ച് കഴിച്ചാൽ പോലും അപ്പൊ ഛർദ്ദിക്കാം. അത് ആർണിക്ക 30 ആണ് മെഡിസിൻ. വയലന്റ് വോമിറ്റിംഗ് റിന്യൂഡ് ബൈ ഈറ്റിംഗ്, ഓരോ തവണ കഴിക്കുമ്പോഴും ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കാം.
അത് ആഡം 30 ആണ്. വയലന്റ് വോമിറ്റിംഗ് റിന്യൂഡ് ബൈ ഈറ്റിംഗ്, ആഡം 30. നെക്സ്റ്റ് വയലന്റ് വോമിറ്റിംഗ് എവറി ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് സമയം കഴിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അത് ഫൈറ്റുലക്ക ഡെക്കാൻഡ്ര 30, 60, 30, 200 എന്ത് വേണമെങ്കിൽ കൊടുക്കാം, പൊട്ടൻസി ആണ് കൊടുക്കുക. വയലന്റ് വോമിറ്റിംഗ് എവറി ഫ്യൂ മിനിറ്റ്സ്. നെക്സ്റ്റ് ഒബ്സ്റ്റിനേറ്റ് വോമിറ്റിംഗ് ഇൻ ഹിസ്റ്ററിക്കൽ ഗേൾസ്, അത് സൾഫർ 1 ആണ് മെഡിസിൻ. പ്രത്യേകിച്ച് കോസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ഇങ്ങനെ എപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും. അത് സൾഫർ 1 ആണ് മെഡിസിൻ. നെക്സ്റ്റ് ക്രോണിക് വോമിറ്റിംഗ്, അവർക്ക് എപ്പോഴും ഇങ്ങനെ ഛർദ്ദി തന്നെയായിരിക്കും. കാർബോളിക് ആസിഡ് 30യും എപ്പിക്കാക് 30 ആണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. പിന്നെ സിനമോണും സൾഫറും നല്ലതാണ്. ക്രോണിക് വോമിറ്റിംഗ് കാർബോളിക് ആസിഡ് 30, എപ്പിക്കാക് 30 ആണ് മോസ്റ്റ് സ്പെസിഫിക്. നെക്സ്റ്റ് ഈസി വോമിറ്റിംഗ് ഫെറമെറ്റ് 30, ഫൈറ്റുലക്ക ഡെക്കാൻഡ്ര 30, കോൾച്ചിക്കം 30. ഫെറമെറ്റ്, ഫൈറ്റുലക്ക, കോൾച്ചിക്കം. നെക്സ്റ്റ് സൈക്ലിക്കൽ വോമിറ്റിംഗ് ഇൻ ഇൻഫൻസ്. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റെക്കറന്റ് ഇന്റൻസ് എപ്പിസോഡ്സ് ഓഫ് നോസിയ ആൻഡ് വോമിറ്റിംഗ് ഓഫൻ ലാസ്റ്റിംഗ് അവേഴ്സ് ഓർ ഡേയ്സ് ഫോളോഡ് ബൈ സിംറ്റം ഫ്രീ പീരിയഡ്സ്. അങ്ങനെ ചില പാരന്റ്സ് ഒന്ന് പറയും, കുട്ടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുക, കുറച്ചു ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും, പിന്നെ കുറച്ചു ദിവസം ഒരു കുഴപ്പവും ഉണ്ടാവില്ല, വീണ്ടും കുട്ടി ഛർദ്ദിക്കാൻ തുടങ്ങും. അങ്ങനെ ചിലപ്പോൾ ഒരു ദിവസവും 2 ദിവസവും ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു 3-4 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും, പിന്നെ അതിനുശേഷം കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പിന്നെ വീണ്ടും ഇതേപോലെ എപ്പിസോഡ് തുടങ്ങും. അങ്ങനെ ചിലപ്പോൾ അവര് ആദ്യത്തെ തവണയായിരിക്കില്ല നമ്മളുടെ അടുത്ത് വരിക, 2-3 തവണ കഴിഞ്ഞിട്ട് ഈ എപ്പിസോഡ് റെക്കറന്റ് ആയിട്ട് വരുന്നത് കാണുമ്പോൾ നമ്മളുടെ അടുത്ത് വരിക. നമ്മൾ കൂടുതലും അതിന് കൊടുത്തിരിക്കുന്നത് ഐറിസ് വേഴ്സിക്കോളർ ആണ് കൊടുത്തിരിക്കുന്നത്. മെർക്ഡൽസിസും നല്ലതാണ്, കുപ്രമാർസും നല്ലതാണ്, പക്ഷെ നമ്മൾ കൂടുതലും കൊടുത്തിട്ടുള്ളത് ഐറിസ് വേഴ്സിക്കോളർ ആണ്. ചിലപ്പോൾ നമ്മൾ പറയും ആ വോമിറ്റിങ്ങിന്റെ ചിലവര് നമ്മളപ്പോ സിംറ്റം ഫ്രീ പീരിയഡിലാണ് നമ്മൾ ഈ ഐറിസ് കൊടുക്കുക. ആ വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു സിംറ്റം ഫ്രീ പീരിയഡ്സ് നമ്മൾ പറയും ഐറിസ് വേഴ്സിക്കോളർ 30 ഒരു 2 or 3 ടൈംസ് ഡെയിലി പിൽസിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ ചിലവര് ആ വോമിറ്റിംഗ് ഉള്ളപ്പോ തന്നെ നമ്മൾ വോമിറ്റിംഗ് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കും, അതിന്റെ കൂടെ ഐറിസും കൊടുക്കും, എന്നിട്ട് വോമിറ്റിംഗ് നിന്നതിന് ശേഷം ഈ ഐറിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയും. സൈക്ലിക്കൽ വോമിറ്റിംഗ് ഇൻ ഇൻഫൻസ് വരും, മെർക്ഡൽസിസ്, കുപ്രമാർസ്, ഐറിസ് വേഴ്സിക്കോളർ. പക്ഷെ കൂടുതൽ ആക്ഷൻ കിട്ടിയിട്ടുള്ളത് ഐറിസിലാണ്. താങ്ക് യു. ഇന്നത്തെ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഈ ഒരു അവസരം ഒരുക്കി തന്ന IFPHനും എന്റെ പേരിലും രാംസാറിന്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മളൊരു 6 ദിവസമായി നമ്മൾ അക്യൂട്ട് ഡിസീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫീവർന്ന് തുടങ്ങിയതാണ്, ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഡയറിയ, വൊമിറ്റിംഗ്, കോളിക്കിൽ നമ്മൾ അവസാനിക്കുകയാണ് അക്യൂട്ട് ഡിസീസിന്റെ ഒരു സീരീസ്. അപ്പൊ ഇനി ഏകദേശം പോയിന്റ്സ് ഒക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ക്ലിനിക്കിൽ വരുന്ന നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിരിക്കുന്ന പലതും അക്യൂട്ട് ഡിസീസിനെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി വേറെ ഏതെങ്കിലും പുതിയ ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ സജഷൻസും പറയാം. അപ്പൊ നമുക്കത് കുറച്ചും കൂടെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് എടുക്കാവുന്നതാണ്. ഇനി താങ്ക് യു. ഓക്കെ ശ്രീലേഖ ഡോക്ടറെ, ഞാന് സമയമായത് പറയാൻ വരികയായിരുന്നു, അപ്പോഴേക്ക് താങ്ക് യു വന്നു. എന്തായാലും വളരെ സന്തോഷം, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. വളരെ എന്താണ് ഒരു പെരുമഴ പോലെ നമുക്കൊരു ബോറടിക്കാത്ത കണക്ക് വളരെ എങ്ങനെ ഒരേപോലെ നല്ല ഒഴുക്കിലങ്ങ് പൊക്കോണ്ടിരുന്ന ക്ലാസ് കൃത്യസമയത്ത് തന്നെ നിർത്തി. 10 മിനിറ്റ് ചർച്ചയ്ക്കും സമയമുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഇനി ഏതെങ്കിലും ഒരു ക്ലാസ് വിഷയം, ഇന്ന വിഷയത്തിൽ ഒരു ക്ലാസ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത് ഉള്ള അഭിപ്രായവും ഡോക്ടറുടെ ക്ലാസിന്റെ കാര്യത്തിനെ കുറിച്ചുള്ള കമന്റ്സും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. 10 മിനിറ്റ് ഉണ്ട്. ഓരോരുത്തർക്ക് പെട്ടെന്ന് തന്നെ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കും. അവസാനമാകുമ്പോ പിന്നെ നമുക്ക് 10:30 കഴിയുമ്പോൾ പിന്നെ നമുക്ക് നീട്ടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ചോദിക്കും. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ ചോദിച്ചു, പറഞ്ഞു. ധനേഷ് ഡോക്ടർക്ക് സംസാരിക്കുമോ? ധനേഷ് ഡോക്ടർ കോഹോസ്റ്റ് ആക്കിയിട്ട്. ഡോക്ടർ കോഹോസ്റ്റ് ആണ്, സംസാരിക്കാം. ശ്രീലേഖ ഡോക്ടറെ, സാർ ശരിക്കും ഒരു കോളേജ് അധ്യാപിക ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ്. കാരണം നമ്മുടെ ഈ ഹോമിയോപ്പതി മേഖലയിൽ
വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്, ഒത്തിരി കൺഫ്യൂഷനാണ്. അപ്പൊ ഇതെങ്ങനെ മുന്നോട്ട് പോകണം, ഇതെന്താണ്, ഇതെങ്ങനെയാണ് ഇതെല്ലാം തമ്മിൽ ഈ നമ്മുടെ പ്രാക്ടീസ് ഓഫ് മെഡിസിനും മെറ്റീരിയൽ മെഡിക്കയും ഒക്കെ തമ്മിൽ ഒന്നിച്ച് കൊണ്ടുപോകുന്ന സംശയമാണ്. അപ്പൊ ഈ മരുന്നുകൾ, ഈ റെയർ റെമഡീസ് ഒക്കെ എവിടെയാണ്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊന്നും എല്ലാവരും കൺഫ്യൂഷനാണ്. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീരത്തക്ക രീതിയിൽ ഏകദേശം ഒരു 10-40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എങ്ങനെയാണോ പറയുന്നത് അതേ രീതിയിൽ ഇത്ര ചെറുപ്പത്തിൽ പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. എത്ര താങ്ക് യു. അഭിനന്ദിച്ചാലും അതിനുവേണ്ടി എടുക്കുന്ന എഫർട്ട് ഉണ്ടല്ലോ, അത് തികച്ചും അഭിനന്ദനീയമാണ്. എഴുതിയ റാം സാറിന് പോലും ഈ രീതിയിൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സാർ ഒരിക്കലും എന്നോട് പറഞ്ഞത്. അപ്പം കാരണം അതിന്റെ കണ്ടിന്യൂറ്റി, ആ ഫ്ലുവൻസി, ഇതെല്ലാം വളരെ ഗംഭീരമാണ്. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് മൊത്തത്തിൽ അഭിമാനിക്കാവുന്ന ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു അധ്യാപിക കൂടിയായി മാറുകയാണ് ഡോക്ടർ ശ്രീലേഖ. എന്തുകൊണ്ടും വളരെ പ്രയോജനകരമായ ഒരു ക്ലാസ് തന്നെയാണ്. നമ്മൾ ഈ അക്യൂട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഈ അക്യൂട്ട് ഡിസീസ് മാനേജ് ചെയ്യാൻ പറ്റുമോ, അത് നമ്മൾ ഉടനെ ഡോക്ടറെ, പീഡിയാട്രിഷനെ കാണിക്കണോ, അല്ലെങ്കിൽ ഫിസിഷ്യനെ കാണിക്കണോ, ഒന്ന് കൺഫ്യൂഷനാണ്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് നമ്മൾ കൃത്യം എന്ന് പറയും, അത്ര കൃത്യമായിട്ടാണ് ഡോക്ടർ ഈ വേദിയിൽ എല്ലാവർക്കുമായി അവതരിപ്പിച്ചത്. അതിനൊരു പ്രത്യേക അഭിനന്ദനം. അത് പറയാനാണ്. കാരണം ഡോക്ടർ പറഞ്ഞൊരു കാര്യം ശരിയാണ്. പണ്ട് കാലത്ത് നമ്മൾ പ്രാക്ടീസൊക്കെ തുടങ്ങുന്ന കാലത്ത് 10-40 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ വയറിളക്കവും ഛർദിയൊക്കെ നിരന്തരം വരുമായിരുന്നു. ഇപ്പോഴങ്ങനെ ഇല്ല. കാരണം അത് നമ്മുടെ മാത്രം കുഴപ്പമല്ല, മൊത്തത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോഴെന്താന്ന് വെച്ചാൽ പണ്ട് ഫോളോ ചെയ്ത ഒരു മെത്തേഡ് തന്നെയാണ് ഇപ്പൊ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. കാരണം ഇപ്പൊ അലോപ്പതി ആശുപത്രി പനിയായിട്ട് ചെന്നാൽ പോലും ഉടനെ ട്രിപ്പ് കൊടുക്കുന്ന ഒരു രീതിയാണ് ചെറിയ ചെറിയ ആശുപത്രികളെല്ലാം. അതുകൊണ്ട് രോഗിയുടെ വിചാരം, ഏതായാലും അവിടെ പോയി ഒരു ട്രിപ്പൊക്കെ ഇട്ട് വന്നപ്പോൾ ബെറ്ററായി, പെട്ടെന്ന് കൊച്ചിന് നടക്കാൻ പറ്റി, കളിക്കാൻ പറ്റി. യഥാർത്ഥത്തിൽ ഇത് ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്നുള്ളതാണ്. പനിയുള്ള സമയത്ത് കുട്ടിക്ക് വിശ്രമമാണ് ആവശ്യം. അപ്പം ആ രീതിയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇത്രയും നന്നായിട്ട് നമ്മുടെ മെറ്റീരിയൽ മെഡിക്കയിലെ സാധ്യതകൾ ശരിക്കും എല്ലാവരുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ് ചെയ്തത്. ഇതാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. സന്തോഷം. ഇനിയും നമുക്ക് ഇതുപോലുള്ള നമുക്ക് പറഞ്ഞ പോലെ ഏതെങ്കിലും വിഷയം നിങ്ങൾ ആരെങ്കിലും ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം ഒന്ന് ഞങ്ങളെ ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ, അത് ശ്രീലേഖ ഡോക്ടറെ ആവാം, ശൈല ഡോക്ടറെ ആവാം, എന്നെ ആവാം, മറിയാമ്മ ഡോക്ടറെ ആവാം, അങ്ങനെ മനോജ് ഡോക്ടറെ ആവാം, ആരെ അറിയിച്ചാലും നമുക്ക് അതനുസരിച്ച് ഇനിയുള്ള സെഷനുകൾ എടുക്കാം. ഡോക്ടർ അതിന് തയ്യാറാണ്, പ്രിപ്പയർഡ് ആകും. ഇത്രയാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. താങ്ക് യു സർ. ഇ എൻ ടി വേണമെന്ന് ഇപ്പൊ ഒരു ഡിമാൻഡിൽ ലതാ കെ അതെ ജോൺ ഡോക്ടർ അതെ പറയുന്നുണ്ട്. അതെ അതെ. അതെ അതെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത അങ്ങനെ തയ്യാറാവുന്നതായിരിക്കും. നല്ലത്. ഓക്കെ, ധനേഷ് ഡോക്ടറെ, ഞാൻ വേറെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, മാഡം, സംശയങ്ങളുണ്ടോ? പിന്നെ ചാറ്റ് ബോക്സിൽ ഡൗട്ട് വന്നിട്ടുണ്ട്, ഡയറിയ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഫുഡ് എന്ന് പറഞ്ഞിട്ട്. അത് ചിലവരുടെ ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂഷനും കൂടെയാണ്. ചിലപ്പോൾ വളരെ ചെറിയ കുട്ടികളൊക്കെ പറയും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അപ്പൊ തന്നെ അവരുടെ ഇന്നർ ചെറുതായിട്ടൊന്നും അവരറിയാതെ സ്റ്റൂള് പോകും എന്നൊക്കെ പറയും. ഒരുപാട് വലുതായിട്ടില്ല, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ പോകും എന്ന് പറയും. അത് പിന്നെ ഒന്ന് ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ സാധാരണ കൊടുക്കുക കാലിമ്യൂർ 6X ക്യാംഫർ മെഡിക്കേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഒരു ടാബ്ലറ്റ് ഒരു 2 ടൈംസോ 3 ടൈംസോ കഴിക്കാൻ വേണ്ടി പറയും. അത് അതിൽ തന്നെ കുറയാറുണ്ട്. വലിയവർക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുക. കാലിമ്യൂർ 6X മെഡിക്കേറ്റഡ് വിത്ത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ക്യാംഫർ 3X. അതിന് ഒരു ടാബ്ലറ്റ് 2 or 3 ടൈംസ് ഡെയിലി. പിന്നെ അത് പേടിക്കേണ്ട അസുഖമോ അങ്ങനെയല്ല. അത് ചിലർക്ക് എന്താ വെച്ചാൽ പെരിസ്റ്റാൾസിസ് കൂടുതലായിരിക്കും. അപ്പൊ അതാണ് അവർക്ക് എന്ത് കഴിക്കുമ്പോഴും അങ്ങനെ പെട്ടെന്ന് മോഷൻ പോകാൻ വേണ്ടി ഡയറിയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നോർമൽ ആയിട്ട് തന്നെയായിരിക്കും പോവുക. അങ്ങനെയും ഉണ്ട്. അങ്ങനെ പോണത് പെരിസ്റ്റാൾസിസ് കൂടുതലായതുകൊണ്ടാണ്. അതിനിത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ ഡോക്ടർക്ക് കോംപ്ലിമെന്റ് ചെയ്യാം. ഓരോരുത്തർ മുന്നോട്ട് വരൂ. നമ്മുടെ ജയലളിത ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടറെ സംസാരിച്ചോളൂ. ഹലോ.
ഹലോ. ഹലോ. ഡോക്ടറെ നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. എന്നത്തെയും പോലെ ഇന്നും താങ്ക് യു ഡോക്ടർ. നല്ല സെഷൻ ആയിരുന്നു. എല്ലാം പറഞ്ഞു. ഏതാണ്ട് ഒരു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വെടിക്കെട്ട് പോലെ. അതിൽ ആ ഫെറമെറ്റിന് പിന്നെ പറയുന്നുണ്ടല്ലോ, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവര് പോയി ഛർദ്ദിക്കുകയും ചെയ്യും, തിരിച്ചു വന്ന് വീണ്ടും ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ ഫെറമെറ്റിന് വേറൊരു കണ്ടീഷൻ ഉള്ളത്, അവർക്ക് വയ്യായിക വരുമ്പോ അവരങ്ങോട്ട് നടന്നു കഴിയുമ്പോ അവർക്ക് ആശ്വാസമാണ്. സ്ലോലി വാക്കിങ്ങിന് ഏറ്റവും നല്ല മെഡിസിൻ ആണ് ഫെറമെറ്റ്. അതുപോലെ അനീമിയക്കും നല്ല ഇതാണല്ലോ. പിന്നെ അർണിക്കയുടെ കാര്യം പറഞ്ഞതിൽ, അർണിക്ക റിബൺ ലൈക്ക് സ്റ്റൂളാണ് ഒന്നും കൂടി ഇതുള്ളത് അതില്. അതൊന്നും എനിക്ക് തോന്നണ ആ നീരുവീഴ്ച വീണ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡയറിയക്കും ആ കംപ്ലൈൻസിനും അർണിക്ക നല്ല ബെറ്റർ ആണ്. പിന്നെ വന്നിട്ട് വാട്ടർമെലൺ കഴിഞ്ഞിട്ട് സിഞ്ചിബർ കൊടുക്കാന്ന് പറഞ്ഞല്ലോ ഡയറിയക്ക്. അതുപോലെ തന്നെ വാട്ടർമെലൺ കഴിച്ചു കഴിഞ്ഞിട്ട് കഫ് വന്നതിന് എന്താ മെഡിസിൻ അറിയാമോ? എനിക്കറിയില്ല. അറിയാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തന്നാ മതി കേട്ടോ. ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം മാഡം. അതായത് ഇപ്പൊ ഈ സീസണില് ഇത് കഴിച്ചുകൊണ്ടിരിക്കും, വാട്ടർമെലൺ കഴിക്കും, അതിനുശേഷം ചുമ കൂടുതലാണെന്ന് പറയണത് ഞാൻ കുറെ നോക്കിയിട്ടും എനിക്കത് കിട്ടിയില്ല. സിഞ്ചിബർ തന്നെയാണോന്നും എനിക്കറിയില്ല. പിന്നെ ഇപ്പൊ ഒരു സീസണൽ കഫ് ഉണ്ട്. അത് വാട്ടർമെലൺ കഴിക്കാത്തവർക്കും കഫ് വരുന്നുണ്ട്. ഏത് ചിലപ്പോ ഒരു ഓറഞ്ച് ജ്യൂസോ ഗ്രേപ്പ് ജ്യൂസോ അങ്ങനെ എന്ത് കഴിച്ചാലും കഫ്. ആണെങ്കിൽ മെഡോറിനോ അല്ലേ വന്നത്? അങ്ങനെ ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. ഒത്തിരി ഇഷ്ടമായി കേട്ടോ. താങ്ക് യു മാഡം. താങ്ക് യു. 28 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഈ എമർജൻസി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അടുത്ത ക്ലാസ്സിന് വേണ്ടി അടുത്ത സെഷൻ എന്ത് വേണം എന്നുള്ളതോ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? മറിയാമ്മ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ. മറിയാമ്മ ഡോക്ടറെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റും നമ്മുടെ ഡോക്ടർക്കുള്ള നന്ദിയും രേഖപ്പെടുത്താം. മറിയാമ്മ ഡോക്ടറെ ഫോക്കസ്ഡ് ആണല്ലോ. ഓക്കെ. നന്ദി ശൈല ഡോക്ടറെ. എനിക്കൊരു അഭിപ്രായം, ഒരു സ്കിൻ ഡിസീസിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കണമെന്നൊരു അഭിപ്രായം കൂടി പറയാനുണ്ട്. ഡോക്ടറെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ENT വേണം, അത് കഴിയുമ്പോ സ്കിന്ന് വേണം. ഇനി അടുത്തത് വീണ്ടും വരും. അതും കൂടെ ഒന്ന് പറയാണ്. എന്തായാലും പതിവ് പോലെ വളരെ നല്ലൊരു ക്ലാസ്, വളരെ നമുക്ക് പ്രാക്ടീസിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിലൊരു ക്ലാസ് എടുത്ത് ഡോക്ടർക്ക് IFPHന്റെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് എത്രയും വേഗം വരണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. താങ്ക് യു മാഡം. ഓക്കെ. മറിയാമ്മ ഡോക്ടറെ ഇന്നത്തെ ഡോക്ടർക്കുള്ള നന്ദി പറഞ്ഞ മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും 1 മണിക്കൂർ വളരെ പ്രയോജനകരമാക്കിയ ശ്രീലേഖ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മലയാള സെഷൻ നമുക്കൂടെ അവസാനിപ്പിക്കാം. നാളെ ഇതേ സമയം കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, നമസ്കാരം.